السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, ഇപ്പോ വളരെ വൈകിയ ഈ സമയത്ത് കാര്യമായ എന്തോ ഒരു ചർച്ച നടക്കുന്നതായി തോന്നി. അതുകൊണ്ട് വന്നതാണ്. എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അള്ളാഹുവിനെ വിളിക്കലും അല്ലാത്തവരെ വിളിക്കലൊക്കെയാണ് നാം തോന്നുന്നത്. അള്ളാഹുവിനെ വിളിക്കുന്നിടത്ത് അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നിടത്ത് ആകെ തർക്കവും സംശയവും കൊണ്ട് നടക്കുന്ന ആളുകളോട് ആദ്യമായി നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പം ഞങ്ങളുടെ മുസ്ലിമീങ്ങളുടെ മുഖത്ത് നോക്കി അള്ളാഹു അല്ലാത്തവരെ വിളിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളൊക്കെ മുശ്രിക്കാണ് എന്ന് പറയാനാണ് ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞു വരുന്നതായിരിക്കും. അതിനായിരിക്കും നിങ്ങളുടെ ഉദ്ദേശം. ആയിക്കോട്ടെ. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കലല്ലേ മാന്യത. അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളിപ്പോ ആരാണ്? നിങ്ങൾ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങൾ ഉള്ളത്? നിങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങൾ ഉണ്ടാ? ജിന്നിനെ വിളിച്ച ഓൻ ദീനിന്ന് പുറത്ത്, ജിന്നിനെ വിളിക്കാന്ന് പറഞ്ഞില്ലെങ്കിൽ ആ പോനും ദീനിന്ന് പുറത്ത്. ആകെ എല്ലാവരും ദീനിന്റെ പുറത്താണ്, ഒക്കെ മുശ്രിക്കീങ്ങളാണ്. പരസ്പരം 100 കൊല്ലമായി നിങ്ങൾ ജന്മമെടുത്തിട്ട് എന്നാണ് നിങ്ങൾ പറയണത്. ആ 100 കൊല്ലമായി നിങ്ങൾ ജന്മമെടുത്ത് തൗഹീദ് പഠിച്ചു ഇപ്പോഴും തൗഹീദ് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശിർക്ക് ആരോപിച്ചുകൊണ്ട് കടിച്ചു കീറുന്ന ഗതികെട്ട നിങ്ങൾ എങ്ങനെ മുസ്ലിമീങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് തൗഹീദും ശിർക്കും പറയാൻ നിങ്ങൾക്ക് ധൈര്യം വരുന്നത്? നിങ്ങളാരാണ്? ആ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് വരലല്ലേ ഇതിനൊക്കെ നല്ലത്. മനസ്സിലായില്ലേ? അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നതൊക്കെ ശിർക്കാണെന്ന് ആരെയാളെ പഠിപ്പിച്ചത്? അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നതൊക്കെ ശിർക്കാണ് എന്ന് ഒറ്റയ്ക്ക് പറയാൻ ഇയാൾക്കാരാ സമ്മതം തന്നത്? ഖുർആന്റെ ആയത്തുകൾ ഇട്ടുകൊണ്ട് തോന്നിവാസം പറഞ്ഞാൽ അതിന് അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടി വരും എന്ന വിവരം ഇയാൾക്ക് അറിഞ്ഞുകൂടെ? അപ്പൊ അതൊക്കെയെന്ന് പറഞ്ഞാല് എന്താന്ന് വെച്ചാൽ ചില ഷഹവാത്തുകളാണ്, ചില പൂതികളാണ്, ഇഷ്ടങ്ങൾ. ആ പൂതി പ്രകാരം എന്ത് ചെയ്യാം? ആ പൂതി പ്രകാരം എങ്ങനെ പണ്ഡിതൻ ചമയാനും ഖുർആനിന്റെ പാണ്ഡിത്യം ചമഞ്ഞുകൊണ്ട് സ്വയം കോരിത്തരിക്കാനുള്ള ആഗ്രഹങ്ങളാണതൊക്കെ. അതൊന്നും വിലപ്പോവുകയില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ അതിന്റെ നേർക്കാഴ്ച നിങ്ങൾക്ക് നേരെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. നിങ്ങളുടെ അവസ്ഥ നേർക്കാഴ്ച എല്ലാവർക്കും കാണാൻ കഴിയുന്ന കാര്യമാണല്ലോ. അപ്പൊ മുസ്ലിമീങ്ങൾക്ക് നേരെ നോക്കി അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊഞ്ഞനം കുത്തുന്നതിന് പകരം പരസ്പരം നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മുസ്ലിമീങ്ങൾ ഉണ്ടോ എന്നതൊരു തീരുമാനമാക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ടാണ് മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ടത് എന്ന് ഞാൻ പ്രാഥമികമായിട്ട് ആ വിഷയത്തിൽ സംസാരിക്കുന്നവരാരോ അല്ലെങ്കിൽ അങ്ങനെ സംശയമുള്ളവരാരോ അത് അവരതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഹലോ ഉസ്താദെ, നമ്മുടെ അഖീദ ഏതാണെന്ന് ആദ്യമായി നമ്മൾ തീർച്ചപ്പെടുത്തണ്ടേ? നമ്മൾ ഒരിക്കൽ പറയും അള്ളാഹുവിന് അള്ളാഹുവിന് യദുണ്ട് എന്ന് പറയാം, അള്ളാഹുവിന് അള്ളാഹ് ഇസ്തിവാ ആണ്, നുസൂലാണ് എന്നെല്ലാം പറയാം. പക്ഷെ പരിഭാഷപ്പെടുത്തുന്നിടത്തേ കുഴപ്പമുള്ളൂ എന്ന് പറയും. ഒരിക്കൽ പറയാം അങ്ങനെ പറയാനേ പറ്റൂല. ഏതാണ് നമ്മുടെ വിശ്വാസം? ഒരിക്കൽ പറയാം ശരിയാണ്, ഒരിക്കലും മാത്രിദിയാണ്. ഏതാണ് നമ്മുടെ വിശ്വാസം എന്ന് ആദ്യം തീർച്ചപ്പെടുത്തണ്ടേ? അസ്സലാമു അലൈക്കും. അപ്പൊ വിളിക്കലൊക്കെ പോയി കയ്യും കാലൊക്കെ ആയാ? ഇപ്പൊ ഞാൻ തുറന്നപ്പോ കേട്ടത് വിളിക്കലൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് തീർച്ചപ്പെടുത്തുക, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വിഷയത്തിലേക്ക് കടക്കാലോ. വിളിക്കുന്ന വിഷയം തന്നെ അങ്ങോട്ട് തീർച്ചപ്പെടുത്തുക. അതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത്.
വിളിക്കുന്നവരൊക്കെ കാഫിറും വിളിക്കുന്നവരൊക്കെ മുശ്രിക്കും. ഈ പാട്ടുണ്ടല്ലോ, നിങ്ങളത് നിർത്തിക്കാളി. അത് പറയാൻ ഇപ്പൊ വഹാബികൾക്ക് യാതൊരു അവകാശമില്ല. പണ്ടേ ഇല്ല, ഇപ്പൊ എല്ലാവർക്കും നേരെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന വസ്തുതകൾക്ക് നേരെ വഹാബികൾ മാത്രം കണ്ണടച്ചുകൊണ്ടുകൊണ്ട് ബാക്കിയുള്ളവർ കാണൂല എന്ന് തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ വിശ്വാസം നമ്മൾ ഏതാണെന്നുള്ളത് തീർച്ചപ്പെടുത്തണം. അതാണ് തീർച്ചപ്പെടുത്തിക്കാൾ. എന്നിട്ട് നിങ്ങൾ ആരാ നിങ്ങളെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങൾ ഉള്ളത് എന്നുള്ള എന്ത് ചെയ്യുക, ഒന്നാണ്ട് തീർച്ചയാക്കുക. എന്നിട്ട് പിന്നെ അല്ലേ ബാക്കി കയ്യും കാലൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. വിളിക്കലങ്ങോട്ട് തീരുമാനാക്കുക, അതല്ലേ ചെയ്യണത്. ഇപ്പൊ അത് വിട്ടത്. ഹലോ ഉസ്താദെ, നിങ്ങൾ എന്തുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും നസ്സുകൾക്കെതിരെ പറയുന്നു? ശരിക്ക് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പരാമർശിച്ച കാര്യങ്ങളാണ്, തെറ്റായി പരാമർശിച്ച കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റ ആയത്ത് ഞാൻ ഉദാഹരണത്തിനെടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യൗമ യഹ്ശുറുഹും ജമീഅൻ സുമ്മ യഖൂലു ലിൽ മലായികതി അഹൗലാഇ ഇയ്യാകും കാനൂ യഅബുദൂൻ ഖാലു സുബ്ഹാനക അൻത വലിയുന മിൻ ദൂനിഹിം ബൽ കാനൂ യഅബുദൂനൽ ജിന്ന അക്സറുഹും ബിഹിം മുഅ്മിനൂൻ. അവരെ മലക്കുകളെ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത്, എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്ന മലക്കുകളോട് ചോദിക്കും, നിങ്ങളെയാണോ അവർ ആരാധിച്ചിരുന്നത്? അഹൗലാഇ ഇക്കൂട്ടർ അയ്യാക്കും കാനൂ യഅബുദൂൻ, നിങ്ങളെയാണോ ആരാധിച്ചിരുന്നത്? ഖാലു സുബ്ഹാനക, അവർ പറയും, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, അല്ലാഹ് നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു. അൻത വലിയുന, ഞങ്ങളുടെ വലിയ ആരാണ്? നീയാകുന്നു. അവിടെ വെച്ച് പറയും നിങ്ങൾ. അയാളെ പേര് അബ്ദുള്ള വടക്കാങ്ങര. ഇപ്പൊ ഒരായത്ത് ഓതിയല്ലോ, ഖുർആന്റെ നെസ്സിനെതിരാണ് നമ്മൾ ചെയ്യുന്നത്. ആരെയാളത് പഠിപ്പിച്ചത്? ഖുർആന്റെ നെസ്സിനെതിരാണ്. അന്ത വലിയുന എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിനോടാണ് പറയണത് അന്ത വലിയുന അല്ലേ? അത് വടക്കാങ്ങര ഭാഗത്തുള്ള ഖുർആനിലൊന്നും അല്ലാഹു വലിയുല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആയാത്തുകളും ഇന്നമാ വലിയുക്കുമുല്ലാഹു റസൂലുഹു എന്ന് തുടങ്ങുന്ന ആയാത്തുകളൊന്നും വടക്കാങ്ങര ഭാഗത്തില്ലേ? അല്ലാഹും റസൂലും മുഅ്മിനീങ്ങളും വലിയാന്ന് ഖുർആൻ തന്നെ പറയണം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് അന്ത വലിയുന. അപ്പൊ അന്ത വലിയുന എന്നുള്ള ഒരു ആയത്ത് മാത്രമേ വടക്കാങ്ങരയിലൊക്കെ ഉള്ളൂ. അതല്ല, അന്ത വലിയുന എന്ന ആയത്തിൽ മാത്രമേ വടക്കാങ്ങരയിൽ അബ്ദുള്ള വിശ്വസിക്കണുള്ളൂ. എന്തേ ആയത്ത് കാട്ടിയത്? ഇന്നമാ വലിയുക്കുമുല്ലാഹു റസൂലുഹു എന്ന് തുടങ്ങുന്ന മറ്റൊരായത്തുണ്ടല്ലോ, അതെന്താ വടക്കാങ്ങരക്കാർ കാട്ടുക? അതൊന്ന് പറയാ. കുടുങ്ങിയ ഉസ്താദെ, ഞാൻ കുടുങ്ങിയല്ലെന്നാ. അപ്പൊ അള്ളാഹു പറയുന്നു, ഇന്നമാ വലിയക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂന സ്വലാത്ത വയുതു സക്കാത്ത വഹും റാക്കിഊൻ വമൻ യതവല്ലല്ലാഹ ഇലാ ആഖിറിൽ ആയ. മറ്റൊരു ആയത്തിൽ പറയുന്നു, വൽ മുഅ്മിനൂന ബഅദുഹും ഔലിയാഉ ബഅദ് വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദ്. മുഅ്മിനീങ്ങൾ പരസ്പരം ഔലിയാക്കന്മാരാണ്. അതുപോലെ തന്നെ ഈ ആയത്തിൽ പറഞ്ഞ് ഇന്നമാ വലിയക്കുമുല്ലാഹ്, നിങ്ങളുടെ വലിയ അള്ളാഹു ആകുന്നു. വലിയ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? നാസിർ, സഹായി. അള്ളാഹു ആകുന്നു. വറസൂൽ, അള്ളാഹുവിന്റെ റസൂലുമാകുന്നു. വല്ലദീന ആമനു, മുഅ്മിനീങ്ങളുമാകുന്നു, ആകുന്നു എന്ന് പറഞ്ഞാൽ മറ്റായത്തിൽ അള്ളാഹു പറഞ്ഞു വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദ് എന്ന് പറഞ്ഞു. അപ്പോൾ മുഅ്മിനീങ്ങൾ പരസ്പരം സഹായികളാണ്. അതുപോലെ തന്നെ റസൂലും സഹായിക്കും, അള്ളാഹും സഹായിക്കും. ഈ സഹായം ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ സഹായം നിങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം നൽകും, അതാണ് സഹായം. എന്നാൽ മുഅ്മിനീങ്ങൾ അങ്ങനെയാണോ? ഞാൻ ചോദിക്കട്ടെ, ഈ നസ്വൂഹ് ഉസ്താദിനോട് എന്ത് സഹായം ചോദിച്ചാലും എവിടുന്ന് സഹായം ചോദിച്ചാലും എനിക്ക് കിട്ടുമോ? എന്നാൽ നിങ്ങൾ മുഅ്മിനല്ലേ, വലിയല്ലേ, സഹായിയല്ലേ? അതാണ് പറഞ്ഞത്. അത് ഓരോന്നും വ്യത്യാസപ്പെടുത്തി മനസ്സിലാക്കായിട്ടുള്ള കുഴപ്പമാണ്. അള്ളാഹുവിന്റെ സഹായം എവിടുന്ന് വിളിച്ചാലും വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ,
അവൻ എവിടുന്ന് വിളിച്ചാലും അവൻ ഉത്തരം നൽകും, എന്തിനും കഴിവുള്ളവനാണ്. എന്നാൽ നിങ്ങൾ ആ കഴിവ്, അതേപോലുള്ള കഴിവ് ആർക്ക് കൊടുക്കുന്നേ? ഔലിയാക്കന്മാർക്ക് കൊടുക്കുന്നു. എല്ലാ അറിവും റസൂലിനുണ്ട് ഉണ്ട് എന്നത് വരെ നിങ്ങൾ പറയുന്നു. എന്നാൽ മതസ്സാഅത്തു യാ റസൂലല്ലാഹ്, അതിന് മറുപടി പറഞ്ഞാൽ മസ്ഊൽ അൻഹാ ബിഅലമിൻ സാഇൽ എന്ന് പറഞ്ഞാൽ അതിനെ വ്യത്യാസപ്പെടുത്തി പഠിക്കാത്തതാണ് കുഴപ്പം. കുടുങ്ങിയിരിക്കണില്ല. അങ്ങനെ അങ്ങോട്ട് കുടുങ്ങണ്ടങ്ങൾ. നിങ്ങൾ കുടുങ്ങിയെന്നൊന്നും ഞാൻ പറയണില്ല. നിങ്ങൾ കൊടുക്കാനൊന്നല്ല ഇപ്പൊ നമ്മളിത് ഈ പരിപാടിക്ക് ഇരിക്കണത്. നിങ്ങൾ കുടുങ്ങൂലല്ലോ. അപ്പൊ നിങ്ങളങ്ങനെ കുടുങ്ങിയൊന്നും പറയണ്ട. അപ്പൊ വ്യത്യാസപ്പെടുത്തി പഠിക്കണം. അതന്നെ കുഴപ്പം. അതന്നെ വഹാബികൾക്ക് പറ്റുന്ന കുഴപ്പം. ഇന്നക അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഖാദിറാണ് അല്ലാഹു. അല്ലാഹു തആല നാസിറാണ്, ഖാദിറാണ്. അല്ലാഹു തആല ആലിമാണ്, എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. ഈ അല്ലാഹുവിന്റെ വിശേഷണങ്ങളും, ഞാൻ ഇതിന്റെ മുന്നേ കൂട്ടത്തിൽ ഒരു കാര്യം ആദ്യം ചോദിക്കട്ടെ. ജിന്നിന്റെ കാര്യം അങ്ങനെ വിടണ്ടട്ടാ. നിങ്ങളിപ്പോ ജിന്നിനെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അപ്പൊ ആ ജിന്നിന്റെ കാര്യം കൂടി കൂട്ടത്തിൽ നിങ്ങളൊന്ന് പറയണം. അതിലിപ്പോ ആ വിഷയത്തിൽ ഇപ്പൊ ആരാ മുസ്ലിമീങ്ങളും തീരുമാനാക്കണം. നിങ്ങൾ അതിങ്ങനെ ആരും കേൾക്കരുത്, ആരും അറിയരുത് എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന അതൊരു മോശമല്ലേ. അപ്പൊ അതുകൊണ്ട് വിടണ്ടെന്ന് പറയാം. അപ്പൊ അത് പോട്ടെ, നിങ്ങളൊന്ന് പറയണ വിഷയം. ഈ അല്ലാഹു തആലയുടെ വിശേഷണങ്ങൾ, അല്ലാഹു തആല ആലിമാണ്, അല്ലാഹു തആല ഖാദിറാണ്, അല്ലാഹു നാസിറാണ് തുടങ്ങിയുള്ള അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ. ആ വിശേഷണങ്ങളെ സംബന്ധിച്ച് പരസ്ഥലത്തും ഖുർആൻ അല്ലാഹുവിനെ സംബന്ധിച്ച് അലീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനെ സംബന്ധിച്ച് ഖാദിർ, ഖദീർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതേ അലീം തുടങ്ങിയുള്ള വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്. അല്ലേ? പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സൃഷ്ടികൾക്കും ഇൽമു ഉണ്ട്. സൃഷ്ടികളെ സംബന്ധിച്ച് അലീം എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതേ അലീം എന്ന പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചും അല്ലാഹു ഉപയോഗിക്കുന്നുണ്ട്. ഈ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും ഈ രണ്ടിനും ഇൽമുണ്ടെങ്കിൽ, രണ്ടിനും ഖുദ്റത്തുണ്ടെങ്കിൽ അത് ഏത് രൂപത്തിൽ, അത് രണ്ടിന്റെയും വ്യത്യാസങ്ങളെ എങ്ങനെ, അതിന്റെ യഥാർത്ഥം എങ്ങനെ എന്നതിന്റെ തിരിച്ചറിവാണ് തൗഹീദിനെയും ശിർക്കിനെയും വേർതിരിക്കുന്നത് എന്ന ആ ഒരു വ്യത്യാസമാണ് ഇവിടെ മൗലവിമാർക്ക് അല്ലെങ്കിൽ ഇവിടെ വഹാബികൾക്ക് തിരിച്ചറിയാതെ പോകുന്നത്. അതാണ് അതിന്റെ യഥാർത്ഥം. അത് വ്യത്യാസം എങ്ങനെ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വ്യത്യാസമായിരിക്കണം. അല്ലാഹുവിന് അറിവുണ്ട്, എല്ലാ വസ്തുക്കളെ കുറിച്ചുമുള്ള അറിവുണ്ട്. ആ അറിവ് എങ്ങനെയുണ്ട്? അറിവ് എങ്ങനെയുണ്ട്? അല്ലാഹു അല്ലാത്തവർക്ക് എന്തെങ്കിലും ഒരു വസ്തുവെ കുറിച്ചുള്ള അറിവുണ്ട്. അതെങ്ങനെയുണ്ട്? എല്ലാം അറിയുക, കുറച്ചറിയുക എന്നുള്ളതല്ല മൗലവി വ്യത്യാസം. ആരങ്ങളത് പഠിപ്പിച്ചത്? ആരങ്ങളത് പഠിപ്പിച്ചത്? ആ പഠിപ്പിച്ചോനെ ഞങ്ങളെ പറ്റിച്ചത്. അല്ലാഹു അല്ലാത്തവർക്ക് അറിവുണ്ട്. എങ്ങനെ ഉണ്ട്? അല്ലാഹുവിന് അറിവുണ്ട്. അതെങ്ങനെയുണ്ട്? അതാണ് വ്യത്യാസം. അത് അല്ലാഹുവിന് എല്ലാ വസ്തുക്കളെ കുറിച്ചും അറിയാം. അല്ലാഹു അല്ലാത്തവർക്ക് എന്തെങ്കിലും ഒരു വസ്തുവെക്കുറിച്ച് അറിയുമെങ്കിൽ അതെങ്ങനെ, എങ്ങനെ എന്ന് പറയണം. അവിടെയാണ് മൗലവിമാർക്ക് പറ്റുന്ന കുഴപ്പം. അപ്പൊ അതും കൂടി ഒന്ന് പറയാ. ഒന്ന് ജിന്നിനെ സംബന്ധിച്ചുള്ള കാര്യം ഒന്ന് തീരുമാനാക്കി പറയാ. ജിന്നിനെ വിളിക്കണവൻ ആരാന്നുള്ളതെന്ന് അറിയണ്ടേ? അപ്പൊ അതൊന്ന്. രണ്ടാമത്തത്, അള്ളാഹുവിനെ സംബന്ധിച്ച് ഈ വിശേഷണങ്ങൾ പറയുന്നു. അള്ളാഹു തന്നെ അവന്റെ സൃഷ്ടികളെ സംബന്ധിച്ചും ഇത്തരം വിശേഷണങ്ങൾ പറയുന്നു. അതുകൊണ്ട് അള്ളാഹുവിനുള്ള വിശേഷണങ്ങൾ ആലിം അല്ലെങ്കിൽ അലീം എന്ന വിശേഷണം ഉദാഹരണമായി എടുത്താൽ എല്ലാ വസ്തുക്കളെ സംബന്ധിച്ചും അള്ളാഹുവിന് അറിയാം, അള്ളാഹു അല്ലാത്തവർക്ക് കുറച്ചു കാര്യങ്ങളെ അറിയുള്ളൂ എന്നതാണോ വ്യത്യാസം? അതല്ല മറ്റെന്തെങ്കിലും ആണോ? അതും കൂടി ഒന്ന് പറയാം. ഹലോ, മൈക്കിന്റെ കയ്യില്. ഹലോ, ഓക്കെ. പിന്നെ നിങ്ങൾ പറയുന്നത് അള്ളാഹുവിന് ഉടമസ്ഥാവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ കഴിവിന്റെയും ഉടമസ്ഥത അള്ളാഹുവിനാണ്. മുലുക്കിയത്ത് അല്ലെങ്കിൽ സമതിയത്ത് എന്നൊക്കെ പറയാം. അള്ളാഹുവിന്റെ അപ്പുറം പിന്നെ അള്ളാഹുവിന് കിട്ടിയത് വേറൊരാളിൽ നിന്നല്ല.
അള്ളാഹുവിലേക്കാണ് എല്ലാ കഴിവിന്റെയും അവസാനം ചെന്നെത്തുന്നത്. എന്നാൽ മുഹദ്ദീൻ ഷെയ്ഖിലേക്കോ അല്ലെങ്കിൽ റസൂലിലേക്കോ അങ്ങനെയല്ല. റസൂലിനോ കഴിവുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും എന്തിനും കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് അള്ളാഹുവിൽ കൊടുത്ത കഴിവാണ്, അള്ളാഹുവിലേക്ക് ചെന്നെത്തുന്ന കഴിവാണ് എന്നായിരിക്കും നിങ്ങൾ പറഞ്ഞുകൊണ്ടുവരുന്നത്. അപ്പൊ ഇതേ വിശ്വാസം തന്നെയായിരുന്നല്ലോ ഈ കുട്ടിപ്പടച്ചോന്മാരെ വെക്കുന്നവർക്കെല്ലാം. അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ടാണ് അവർ സഹായിക്കുന്നത് എന്ന വിശ്വാസമായിരുന്നു. പല ലാത്ത, അസ്സ, മനാത്ത, മുകളിലൊരു ദൈവമുണ്ട്, വലിയൊരു ദൈവമുണ്ട്, അള്ളാഹു ഉണ്ട്. അള്ളാഹുവിന് അവരുടെ വിശ്വാസം ഉണ്ടായിരുന്നു. ഈ ലയഖൂലുന്നല്ലാഹ്, ആരാണ് പിന്നെ ഈ ആകാശഭൂമികളെ സൃഷ്ടി അവിടെയാണ് മൗലവിമാർക്ക് പറ്റിയ കുഴപ്പം. അതായത് മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി മക്ക മുശ്രിക്കീങ്ങളെ വെള്ളപൂശുന്ന കാപട്യം, അതാണ് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള കുഴപ്പം. അവർ വിശ്വസിച്ചിരുന്നു അള്ളാഹുവിനാണ് പരമമായ കഴിവ്, അള്ളാഹുവിനാണ് പൂർണ്ണമായ സർവാധിപത്യവും അധികാരവുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഇത് നിങ്ങൾ പടച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞുണ്ടാക്കിയ കള്ളത്തരാണത്. മനസ്സിലായില്ലേ? ഖുർആന്റെ ആയത്തുകളെയും മറ്റും നിങ്ങൾ അതിനു വേണ്ടി ദുരുപയോഗം ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്തു? കുഴിയിൽ ചാടി. എന്നിട്ട് നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് നേരെ നോക്കിയിട്ട് കൊഞ്ഞനം കുത്തലില്ലാതെ വേറെ വഴിയില്ല നിങ്ങൾക്ക്. അല്ലേ? പരമാധികാരം അള്ളാഹുവിനാണെന്ന് മുശ്രിക്കീങ്ങൾ സമ്മതിച്ചിരുന്നു. പല മൗലവി നിങ്ങൾ ഈ ഓതണ ഖുർആനിലൊന്നും ഇങ്ങനെ ആയത്തുകളൊന്നുമില്ലേ? പല സ്ഥലങ്ങളിലും അല്ലാഹു തആല മുശ്രിക്കീങ്ങളെ റദ്ദ് ചെയ്യുന്നിടത്ത് ലഹുൽ മുൽക്കു ലഹുൽ മുൽക്കു ലഹുൽ മുൽക്കു, അള്ളാഹുവിനാണ് പരമാധികാരം, അള്ളാഹുവിന് മാത്രമുള്ളതാണ് പരമാധികാരം, മറ്റാർക്കും ഒരധികാരവും ഇല്ല എന്ന് അള്ളാഹു റദ്ദ് ചെയ്യുന്ന നിങ്ങൾക്ക് കാണാനില്ലേ? ആരെങ്ങളോട് പറഞ്ഞത്? വയഖൂലൂന ഹൗലായി ശുഫആഉന ഇൻദല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ശുഫആഉന എന്ന് പറഞ്ഞാൽ? ഇയാളൊന്ന് അർത്ഥം പറയും, ഞാൻ അപ്പൊ പഠിപ്പിച്ചാലാ. അവരാരാധിച്ചിരുന്ന ബിംബങ്ങള് അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് ശുപാർശകരാകും. അതുപോലെ തന്നെ മലക്കുകളെ ആരാധിച്ചിരുന്നവര്, ഈസാ നബി ആരാധിച്ചിരുന്നവരെല്ലാം പിന്നെ വിശ്വസിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ അടുക്കൽ ശുപാർശകനാകും. പിന്നെ നേരിട്ട് ദൈവം തന്നെയാണ്, ദൈവം അവതരിച്ചതാണ് എന്നും പറയുന്നവരുണ്ട്. അപ്പൊ പല വിധത്തിലായിരുന്നു അവരുടെ വിശ്വാസങ്ങൾ, ബഹുദൈവാരാധികളുടെ വിശ്വാസങ്ങള്. അപ്പൊ അതിലൊരു വിശ്വാസമാണ് എന്ത്? ദൈവം കൊടുത്ത കഴിവിനാലാണ് ഇവർ ചെയ്യുന്നത്, ഈ ബിംബങ്ങൾ ചെയ്യുന്നത് എന്ന വിശ്വാസമുണ്ടായിരുന്നു. അപ്പൊ അതുപോലുള്ള വിശ്വാസമാണ്. എല്ലാ കഴിവും അള്ളാഹു നബിക്ക് കൊടുത്തു, പിന്നെ ഈ മുഹദ്ദീൻ ഷെയ്ഖിന് കൊടുത്തു, അലി, ഒരു കൂട്ടർ പറയും അലി വലിയുള്ള, അലിക്ക് കൊടുത്തു. ഇങ്ങനെ എല്ലാ പലവിധ വിശ്വാസക്കാരും ആ വിശ്വാസത്തിൽ നിന്ന് കടമെടുത്തതാണ് നിങ്ങള്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ എല്ലാ ഖബർ പൂജയായാലും എന്ത് കുന്തായാലും അതിന്റെയൊക്കെ തുടക്കം എനിക്ക് റൈസാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, എന്തോ ചിലപ്പോ സ്റ്റക്ക് ആവുന്നുണ്ട്. അപ്പൊ ഞാന് അറിയിക്കാം. അപ്പൊ ഇയാളെ നിർത്തണോട്ടെ, എനിക്ക് മൈക്ക് കാണാം. ഇയാളിങ്ങനെ പ്രസംഗിക്കണമൊക്കെ കേൾക്കാനല്ലേ നമ്മൾ ഇരിക്കുന്നത്. ഇയാളിപ്പോ കുറെ പൊട്ടത്തരങ്ങൾ പറഞ്ഞു. അള്ളാഹുവിനാണ് പരമാധികാരം, അള്ളാഹുവിന്റെ പരമാധികാരത്തിൽ നിന്നുകൊണ്ട് മാത്രം, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം മാത്രമേ ഇവരുടെ ദൈവങ്ങൾ എന്നവർ പറഞ്ഞിരുന്നത് സഹായിക്കുകയും അള്ളാഹുവിന്റെ പക്കൽ ശഫാഅത്ത് ചെയ്യുകയുള്ളൂ എന്നൊക്കെ അയാൾ ആയത്തോതിയിട്ട് അർത്ഥം പറഞ്ഞു. അള്ളാഹുവിന്റെ ഹൗലായി ശുഫആഉന ഇൻദല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പരമാധികാരം അംഗീകരിച്ചുകൊണ്ടും അവന്റെ അനുമതി പ്രകാരം, അവന്റെ കീഴിൽ നിന്നുകൊണ്ട് അവന്റെ അനുമതി പ്രകാരം മാത്രമേ ദൈവങ്ങൾ ശഫാഅത്ത് ചെയ്യുകയുള്ളൂ എന്ന് അവർ വിശ്വസിച്ചിരുന്നു എന്ന് ഇയാൾ ആയത്തോതി അർത്ഥം പറയുകയാണ്. ആ തഫ്സീർ ഒന്നും ഇങ്ങോട്ട് വായിക്കുക. എന്താ വായിക്കേണ്ടത്? ഹൗലായി ശുഫആഉന ഇൻദല്ലാഹ് എന്ന് പറഞ്ഞ ആയത്തിന്റെ ഏതെങ്കിലും ഒരു തഫ്സീർ വായിക്കണം. എന്തെന്ന്? ആ പറഞ്ഞ ശുഫആ എന്ന് പറഞ്ഞതുകൊണ്ട് അവർ ഉദ്ദേശിച്ചിരുന്നത് അള്ളാഹുവിന്റെ പരമാധികാരവും പൂർണാധിപത്യത്തിനും കീഴിൽ നിന്നുകൊണ്ട്, അള്ളാഹുവിന്റെ അധികാരത്തിൽ കീഴിൽ നിന്നുകൊണ്ട് അവന്റെ അനുമതി പ്രകാരം മാത്രമാണ്, അവന്റെ ഇതിന് പ്രകാരം മാത്രമാണ് ശഫാഅത്ത് ചെയ്യുക എന്നാണ് ഹൗലായി ശുഫആഉന ഇൻദല്ലാഹ് എന്ന് അവർ പറഞ്ഞതുകൊണ്ട് അവർ ഉദ്ദേശിച്ചിരുന്നത് എന്ന് ആധികാരികമായ ഒരു തഫ്സീർ ഇയാൾ വായിക്കുക. എല്ലാവരും കേൾക്കണോട്ടാ.
ഉസ്താദ് അതിന് തഫ്സീറിന്റെ ആവശ്യമില്ലല്ലോ, അത് വ്യക്തമല്ലേ, സ്പഷ്ടമല്ലേ, അത് സരീഹായ ആയത്താണല്ലോ. വയഖൂലൂന, അവർ പറയുന്നു, ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്, ഇക്കൂട്ടർ. ഈ ആയത്തിന്റെ മുഴുവായിട്ട് ഞാൻ അടിച്ചിട്ടില്ല. തഫ്സീർ വായിക്കാൻ അയാളോട് പറഞ്ഞത്, നിങ്ങൾക്ക് അങ്ങനെ വ്യക്തമായത് പോയിട്ട് മണിയറയിൽ പറഞ്ഞു കൊടുക്കാം. ഇത് ദീനാണ്. ഇവിടെ പറയണത് ആധികാരികമായി പറയാൻ കഴിയുമെങ്കിൽ പറയണം. മനസ്സിലായില്ല അയാൾക്ക്? ഹാഉലായി ഖുർആന്റെ ആയത്തോണ്ട് നിങ്ങൾ കളിക്കുന്നത്, അത് ഇവിടെ നടക്കൂല. ഹാഉലായി ശുഫആഉന ഇൻദല്ലാഹ് എന്ന് ആയത്തോതിയും കൊണ്ട് അള്ളാഹുവിന്റെ പൂർണ്ണാധികാരത്തിൻ കീഴിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ശഫാഅത്ത് ചെയ്യും എന്നാണ് അവർ പറഞ്ഞത് എന്ന് തഫ്സീർ വായിക്കുക. മുസ്ലിം ലോകം അംഗീകരിക്കുന്ന, ഇപ്പം ആയത്തും നിലങ്ങട്ട് ഇറങ്ങിയത് വഹാബികളുടെ ഓഫീസിൽ ഇറങ്ങിയ ആയത്തൊന്നല്ലല്ലോ. 1400-ലധികം വർഷമായി മുസ്ലിമീങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തൗഹീദിൽ വിശ്വസിച്ചുകൊണ്ട് വന്ന ആയത്താണല്ലോ അത്. ആ ആയത്തിൽ ഈ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽക്ക് മഹാന്മാരായ സ്വഹാബത്ത്, അറിയപ്പെട്ട മുഫസ്സിരീങ്ങൾ സ്വഹാബത്തിന്റെ കൂട്ടത്തിലുണ്ട്. വളരെ പ്രധാനികളായ മുഫസ്സിരീങ്ങൾ മഹാന്മാരായ താബിഈങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ശേഷം വന്ന മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന സലഫു സ്വാലിഹീങ്ങൾ എന്നറിയപ്പെടുന്ന സ്വാലിഹീങ്ങളായ മുൻഗാമികളായ മുഫസ്സിരീങ്ങളും അതിന് ശേഷമുള്ള മുഫസ്സിരീങ്ങളും ഉണ്ട്. അങ്ങനെ ഒരുപാട് മുഫസ്സിരീങ്ങളെ ഉമ്മത്ത് കണ്ടിട്ടുണ്ട്. ഇവരിൽ നിന്ന് ഒരാളെങ്കിലും ഹാഉലായി ശുഫആഉന ഇൻദല്ലാഹ് എന്ന ആയത്തിന്റെ തഫ്സീറിൽ അള്ളാഹുവിന്റെ ഇതിന് പ്രകാരം മാത്രം ശഫാഅത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഇവരെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് അവർ പറഞ്ഞതുകൊണ്ട് അതാണ് ഉദ്ദേശിച്ചത് എന്ന ഒരു തഫ്സീർ വായിക്കുക. നമുക്ക് വ്യക്തല്ലേ, അതൊക്കെ സ്വന്തം ഇരുന്ന് പറയാ. അല്ലെങ്കിൽ നിങ്ങൾ പാവം വഹാബി കുട്ടികളെ എത്തിയിട്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോ പറഞ്ഞോളേണ്ടി. ഇവിടെ പറയുമ്പോ രേഖാമൂലം വായിക്കുക. അതാണ് മുസ്ലിമീങ്ങൾക്ക് പ്രമാണം. നിങ്ങളെപ്പോലെ ചില ആളുകൾക്ക് തോന്നുന്നത് ഇവിടെ യാതൊരു വിലയും അതിന് കൽപ്പിക്കപ്പെടുന്നതല്ല. അത് സ്വന്തം പോയിരുന്ന് പറയുക. തഫ്സീർ വായിക്കണം ഇയാൾ. ഉസ്താദ്, നിങ്ങളും വായിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ വായിക്കണം. അതിന്റെ നേരെ ചൊവ്വയുള്ള അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾ എന്താണ് അർത്ഥമെന്ന് തഫ്സീർ കൊണ്ട് തെളിയിക്കണം. എനിക്ക് തഫ്സീറിന്റെ ആവശ്യമില്ല. ഇത് നേരെ ചൊവ്വയുള്ള ശരിയായ ഒരു ആയത്താണ്. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നല്ല ചോദിച്ചത്. ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ റൂമിൽ വന്നിട്ട് ഇയാൾ വലിയ തൗഹീദ് വിളമ്പിയതാണല്ലോ, അവിടെ ചോദിച്ചത്. നിങ്ങൾക്ക് തഫ്സീറൊന്നും ആവശ്യമുണ്ടാവില്ല. നിങ്ങൾ ഭയങ്കര സംഭവല്ലേ, നിങ്ങൾ ഇങ്ങനെ വലിയ വലിയ മുജ്തഹിദീങ്ങളല്ലേ. ആ പൂതിയൊക്കെ സ്വന്തം റൂമിലിരുന്നിട്ട് പെട്ടിക്കട തുറന്നിച്ചിട്ട് വിളമ്പുമ്പോ മതി. ഇവിടെ പറയുമ്പോ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ട് ഈ ആയത്തിൽ നസ്സല്ലേ. എന്ത് നസ്സല്ലേ? ഏത് തരത്തിലുള്ള ഷഫീആണെന്ന് അവിടെ പറഞ്ഞോ? ഹാഉലായി ശുഫആഉന ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ പക്കൽ ശഫാഅത്ത്. ഇയാൾ എന്താ മനസ്സിലാക്കിയത്? ഖുർആന്റെ എത്ര ആയാത്തുകൾ വേറുണ്ട്, ആ നസ്സുകളൊന്നും ഇയാൾ കാണില്ലേ? അതുകൊണ്ട് നസ്സ് ഒക്കെ ഞങ്ങൾ അങ്ങോട്ട് പഠിപ്പിച്ചു തരും. ഈ ആയത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇയാൾ തെളിവാക്കി ഉദ്ധരിച്ചെങ്കിൽ, അതുകൊണ്ട് ആ പറഞ്ഞ ആയത്തിന് ആരെങ്കിലും അങ്ങനെ ഒരു തഫ്സീർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ ഈ ഇന്നലെ ഇങ്ങോട്ട് ഇറങ്ങിയ ആയത്തൊന്നല്ലല്ലോ ഇത്, അല്ലെ? നിങ്ങളാണല്ലോ ഇപ്പൊ ഈ ആയത്തോതിയും കൊണ്ട് നിങ്ങളിപ്പോ ഞങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി തെളിവ് ഉദ്ധരിച്ചത്. ഇന്നലെ അങ്ങോട്ട് ഇറങ്ങിയ ആയത്തൊന്നല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് സ്വഹാബത്ത് മുതൽക്ക് ഇങ്ങനെ നൂറ്റാണ്ടുകൾ കൈകാര്യം ചെയ്തു പോന്ന ഈ ആയത്ത് മുസ്ലിമീങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ഈ ആയത്തനുസരിച്ച് മുസ്ലിമീങ്ങൾ ജീവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു പോകുന്ന ഒരായത്താണത്. ഇങ്ങനെ ഈ കഴിഞ്ഞുപോയ 1400-ലധികം നൂറ്റാണ്ടുകൾ ആ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ, മഹാന്മാരായ ഉലമാക്കളും സ്വാലിഹീങ്ങളും സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ആളുകൾ, ആരെങ്കിലും നിങ്ങൾ ഈ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ പരമാധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ടുള്ള ഷഫാഅത്താണ് അവിടെ പറയുന്നത് എന്നും അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പൂർണ്ണമായ ഇതിനോടുകൂടെ മാത്രമേ ഷഫാഅത്ത് ചെയ്യുള്ളൂ എന്നാണ് അവരാ പറഞ്ഞത് എന്നും ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു രേഖ ഉണ്ടാവുമല്ലോ. അതല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലേ?
എന്നാ നിങ്ങൾ ഈ മനസ്സിലാക്കിയതിന് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ സ്വന്തമായി ഖുർആന്റെ ആയത്തുകളെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് എന്നല്ലാതെ കഴിഞ്ഞുപോയ കാലഘട്ടം ഈ നിങ്ങൾ കൊടുക്കുന്ന തഫ്സീറിന് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന വിശദീകരണത്തിന് വ്യാഖ്യാനത്തിന് യാതൊരു ബന്ധവുമില്ല. മുസ്ലിമീങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു വ്യാഖ്യാനം നിങ്ങൾ സ്വന്തമായി കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ അതിന്റെ പേരിൽ മുസ്ലിമീങ്ങളുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്നു എന്നല്ലാതെ യഥാർത്ഥവുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് ഞങ്ങൾ അതിന് വിധി എഴുതാൻ പോകുന്നത്. അതല്ല ഉണ്ടെങ്കിൽ ഞങ്ങളിത് ആവർത്തിച്ച് നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നും രണ്ടും അല്ല, പല പ്രാവശ്യം ഇയാൾക്ക് അവസരം തന്നു, ഇയാളോട് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഒരൊറ്റ തഫ്സീർ ഇങ്ങോട്ട് വായിക്കും, ഒറ്റൊന്നും ഇങ്ങോട്ട് വായിക്കും, ആധികാരികമായിരിക്കണം എന്ന് മാത്രം. നിങ്ങൾ വല്ലാതെ നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാൻ വായിക്കുകയാണ്. മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് 303-ാമത്തെ ഹദീസ്. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, ഫീ ഖൗലിഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ വാക്കിൽ ഉള്ള ഉലൈക്കല്ലദീന, അല്ലാഹുവിന്റെ വാക്ക് എന്താണ്? ഉലൈക്കല്ലദീന യദൂന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖ്റബ്. ഉലായിക്ക അക്കൂട്ടർ അല്ലദീന യദൂന, അവർ പ്രാർത്ഥിക്കുന്നവരാണ്. യബ്തഗൂന ഇലാ റബ്ബിഹിം, അവരുടെ റബ്ബിലേക്ക് അവര് തേടിക്കൊണ്ട്, അൽ വസീലത്ത മാധ്യമത്തെ, അയ്യുഹും അഖ്റബ്, അവരിൽ നിന്ന് ആരാണ് ഏറ്റവും അടുത്തത്? ഖാല കാന നഫറും മിനൽ ഇൻസി യഅബുദൂന നഫറൻ മിനൽ ജിന്നി ഫഅസ്ലമ നഫറു മിനൽ ജിൻ വസ്തംസകൽ ഇൻസു ബിഇബാദതിഹിം എന്ന്. എന്താ പറഞ്ഞത്? ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന നഫറും മിനൽ ഇൻസി, മനുഷ്യരിൽ നിന്ന് ഒരു കൂട്ടരുണ്ടായിരുന്നു, യഅബുദൂന നഫറൻ മിനൽ ജിന്നി, ജിന്നിൽ നിന്ന് ഒരു കൂട്ടരെ ആരാധിക്കുന്നവരായിരുന്നു. ഫഅസ്ലമ നഫറു മിനൽ ജിന്നി, അവ ജിന്നിൽപ്പെട്ട ആ കൂട്ടര് മുസ്ലിമായി. ഈ ആരാധിക്കപ്പെടുന്ന ജിന്നിന്റെ കാര്യം തീരുമാനമാക്കാൻ ഞാൻ ആദ്യം പറഞ്ഞത് അതുകൊണ്ടാ, മനസ്സിലായ? ജിന്നിന്റെ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം പറയണമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇപ്പൊ ജിന്നിന്റെ കാര്യമല്ല, ഇപ്പൊ പറഞ്ഞ ആയത്തിനെ തമ്മിൽ സംബന്ധിച്ച തഫ്സീർ ചെയ്യേണ്ടത്. ഇപ്പൊ ഹാവുലായ ശുഫാവുന ഇൻദല്ലാ എന്ന് ഇയാൾ ഇവിടെ ഒരു ആയത്ത് പേശ് ചെയ്തല്ലോ, ഒരായത്തിന്റെ കഷ്ണം ഇല്ലേ, എല്ലാവരും കണ്ടില്ലേ? അത് ആ ആയത്തിന്റെ തഫ്സീറാണ് ഉദ്ധരിക്കാൻ വേണ്ടി പറഞ്ഞത്. ആ ആയത്തിന്റെ തഫ്സീറിൽ എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ആരെങ്കിലും അംഗീകരിക്കപ്പെടേണ്ട ആരെങ്കിലും ആ ആയത്തിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നാ ചോദിച്ചത്. മുസ്ലിമിന്റെ ഹദീസില് ജിന്നുകളെ ആരാധിച്ചിരുന്നവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നല്ല, അത് പറഞ്ഞ ഞങ്ങളെ കുടുങ്ങ കൂട്ടരെ, അതിൽ ഞാൻ ആദ്യം തന്നെ ചോദിച്ചത്. ജിന്നുകളെ ആരാധിച്ചിരുന്നവരെ കുറിച്ചിട്ട് മുസ്ലിമിന്റെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ എന്നല്ല ഇപ്പൊ ചോദിച്ചത്. വിഷയമൊക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിക്കൊണ്ടുപോയി എങ്ങനെങ്കിലും ഇവിടുന്ന് കഴിച്ചില്ലാൻ വേണ്ടി ഒന്നും നോക്കണ്ട. ഈ പറഞ്ഞ ആയത്തിന് ഇവിടെ വന്ന് പറയുമ്പോൾ വളരെ സൂക്ഷിച്ചു പറഞ്ഞോളേണ്ടി. ഈ ആയത്തിന്റെ തഫ്സീറിൽ ആരെങ്കിലും ഒരാൾ, അംഗീകരിക്കപ്പെടേണ്ട ഒരാൾ, നിങ്ങൾ ഈ നൽകിയുന്ന അർത്ഥപ്രകാരം അർത്ഥം നൽകിയ, വ്യാഖ്യാനം നൽകിയ ഒരൊറ്റ ആധികാരിക രേഖ വായിക്കാൻ കഴിയുമോ? ചോദ്യം വ്യക്തമാണ്. എന്റെ ചോദ്യം വ്യക്തമാണ്. അത് കഴിയുമെങ്കിൽ വായിക്കുക, ഇല്ലെങ്കിൽ ഇല്ല എന്നുകൊണ്ട് പറഞ്ഞോ, അടുത്ത വിഷയത്തിലേക്കാണ് കടക്കുക. അതാണ് ഇപ്പൊ ചെയ്യേണ്ടത്. വേറെയുള്ള വിഷയങ്ങളിലൊക്കെ നമുക്ക് കൊണ്ടുപോകാം, അതൊക്കെ ചർച്ചയാവാം. ജിന്നുകൾ ആരാധിച്ചിരുന്നോ, പിന്നീട് അവരെന്താ ഉണ്ടായത്, പിന്നെ വഹാബികൾ ജിന്നിനെ കണ്ടപ്പോ എന്തൊക്കെ ഉണ്ടായി തീർന്നത്, ഇതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അതല്ല ഇപ്പൊ ചോദിച്ചത്. ഹഉലായി ശുഫആഉന ഇൻദല്ലാഹ് എന്ന ആയത്തിന് നിങ്ങൾ ഈ നൽകുന്ന വ്യാഖ്യാനം ആരാ നൽകിയിട്ടുള്ളത്? ഓക്കെ. പിന്നെ ഉസ്താദ്, ഞാൻ ആദ്യം അടിച്ച ആയത്ത് ഏതാണ്? ഹൗലായി ഷുഫാവുന എന്തല്ലാഹ്. ഹൗലായി ഷുഫാവുന എന്തല്ലാഹ് എന്നായിരുന്നു അവരുടെ വിശ്വാസം. ഈ ബിംബാരാധന നടത്തുന്നവരുടെ വിശ്വാസം, ഇവര് പിന്നെ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശകരായി വരും എന്നായിരുന്നു വിശ്വാസം എന്നല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞത്. അപ്പൊ അതേപോലത്തെ ഒരു ആയത്താണ് എന്ത്? ഈ ശുപാർശകരാകും എന്ന് പറഞ്ഞാൽ ഇടയാളന്മാരാകും, അത് പിന്നെ വസീലയാകും. അത് തന്നെയാണ് ഈ ആയത്തിലുള്ളത്.
ഉലൈക്കല്ലദീന യദൂന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത ഉലൈക അക്കൂർ അല്ലദീന യദൂന അവർ പ്രാർത്ഥിക്കുന്നവരാകുന്നു. എന്നിട്ട് പിന്നെ എന്തുദ്ദേശിച്ചുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുക? യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അള്ളാഹുവുമായിട്ട് മാധ്യമമാണ്, മധ്യവർത്തിയാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ പിന്നെ പ്രാർത്ഥിക്കുക. അത് ഈ ജിന്നുകളെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ഈ പിന്നെ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിൽ നിന്ന് കാണാവുന്നതാണ്. പോരെ നിങ്ങൾക്ക് പിന്നെ ഷഫാഅത്തിന്റെ തന്നെ ആ വാക്കിന്റെ അല്ലെ ആ ആയത്തിന്റെ തന്നെ പിന്നെ ഇത് വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് വേണം. ഞാൻ നോക്കി വെച്ച് കണ്ടതും ഈ ആയത്താണ്, ഈ ആയത്തിന്റെ വ്യാഖ്യാനമാണ് ഇതിൽ കണ്ടിട്ടുള്ളത്. പിന്നെ ഇനി അതിന്റെ ആയത്തുകൾ നോക്കും പിന്നെ നിങ്ങൾക്ക് തന്നെ നോക്കാമല്ലോ. അതിനെന്താണ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതിനെതിരെ ആണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് നോക്കാം. ആർക്കും ഇതിനെതിരെ കാണാൻ കഴിയുകയില്ല. ഈ ആയത്തിൽ അല്ല ഈ പിന്നെ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഇബ്നു മസ്ഊദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൽ നിന്നും വ്യക്തമാണത്. അവരൊക്കെ തേടിയിരുന്ന എന്താണ്? ഷഫാഅത്ത്, മധ്യവർത്തി, വസീല. ഇതൊക്കെ തന്നെ നിങ്ങളും പറയുന്നത് ഔലിയാക്കന്മാരെ നമുക്ക് മധ്യവർത്തി ആവാനാണ്, ഷഫാഅത്ത് ചെയ്യാനാണ്. ഇതൊക്കെ തന്നെ എല്ലാം അപ്പൊ എന്തേ ആയത്? ഈ ആയത്തിന്റെ തഫ്സീറും ഇപ്പൊ ഇത്ര കാലമായിട്ട് നോക്കിയിട്ടില്ല. പിന്നെ എന്തെന്ന് വെച്ചിട്ട് ആയത്ത് ഓതിയത്? ഖുർആൻ കൊണ്ട് കളിക്കാലേ, തോന്നിവാസം പറയാലേ. ഖുർആനിന്റെ ഒരായത്ത്, ഈ ആയത്തിന്റെ തഫ്സീർ ഇത്ര കാലം എന്താ അതിനെ സംബന്ധിച്ച് മുസ്ലിം ലോകം പറഞ്ഞു വന്നിട്ടുള്ളതെന്ന് പരിശോധിച്ചിട്ടെന്നല്ല. എന്നിട്ടോ മൂപ്പരിങ്ങനെ പ്രസംഗിക്കാണല്ലോ, സുന്നികളെ മുഖത്തോക്കിയിട്ട് മുശ്രിക്കീങ്ങളെ സ്വന്തം മന്തുകാല് ചെളിയിൽ പൂഴ്ത്തി വെച്ച് വഴിയിലൂടെ പോണവരെ മുഴുവൻ മന്തുകാല എന്നിങ്ങനെ വിളിക്കാലേ. ഇതല്ലേ നിങ്ങൾ ഗതികേട്? ഖുർആന്റെ ആയത്തുകൊണ്ട് നിങ്ങൾ തോന്നിവാസം കളിക്കല്ലേ മനുഷ്യ. ഇത് ഇത്ര കാലം ഇയാൾ എത്ര ആളോട് ഓതിക്കൊടുത്തിട്ടുണ്ടാവും ഈ ആയത്ത്? ഇയാൾ എത്ര ആളുകളോട് ഈ ആയത്ത് ഓതിക്കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? എന്നിട്ട് ഈ ആയത്ത് ഇത്ര കാലമായി അതിനെ സംബന്ധിച്ച് ഒരു പരിശോധന പോലും നടത്താതെ ഈ ആയത്ത് ഓതിയിട്ട് നിങ്ങൾ എത്ര ആളുകളെ മുശ്രിക്കാക്കി? അള്ളാന്റെ ഖുർആൻ കൊണ്ട് കളിക്കുന്നവരല്ലേ നിങ്ങൾ? ഒന്ന് പരിശോധിച്ചു പോയിക്കൂടെ? ഒന്ന് നോക്കിക്കൂടെ? എന്നിട്ട് പറഞ്ഞൂടെ? അതന്നെ നിങ്ങൾ നിങ്ങളുടെ മുറിയൻ മൗലവിമാര് വിളമ്പിത്തന്ന വിഡ്ഢിത്തങ്ങൾ അതേപോലെ വിഴുങ്ങിയിട്ട് മുസ്ലിമീങ്ങൾക്ക് നേരെ കൊഞ്ഞനം കുത്തുന്ന ഒരു ജാതി വൃത്തിഹീനമായ ഒരു വിഭാഗമാണ് നിങ്ങൾ. ഇതിപ്പോ ബോധ്യപ്പെട്ടില്ലേ? എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. ഹാഉലാ ശുഫാഉനാ ഇൻദല്ലാ എന്ന് ആയത്തോത്. എന്നിട്ടോ മുപ്പരിങ്ങനെ സ്വന്തം വലിയ വിശദീകരണം. തഫ്സീറുണ്ടോ? ആരാ അത് പറഞ്ഞിരിക്കണം? നിങ്ങൾ ഈ പറയണ പോലെ ആരാ പറഞ്ഞിട്ടുള്ളത്? ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ നന്നെ ആരെ പണിയേൽപ്പിച്ചത്? ഇയാൾക്ക് ആരെ ഇതിന് അനുമതി തന്നത്? ആരെ ഇയാളതിന് വണ്ടി കയറ്റി വിട്ടത്? ഒരായത്തിന്റെ തഫ്സീർ പോലും പരിശോധിക്കാതെ ഖുർആന്റെ ആയത്ത് ഓതി തഫ്സീർ പറയേ, വ്യാഖ്യാനം പറയുകയോ. ഇനി മൂപ്പര് എന്നിട്ട് വേറൊരു ആയത്ത് ഓതി. എന്തെന്ന്? ഉലൈക്കല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത. എന്നിട്ട് ഒന്നുകൂടി പറയേണ്ട അർത്ഥം എല്ലാവരും ഒന്ന് കേൾക്കണം കേട്ടോ. മൂപ്പര് അതിന്റെ അർത്ഥം പറയണത് ഉലൈക്കല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത. ഒന്നുകൂടി അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ കുട്ടി. എത്ര ആയത്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഈ ആയത്തുകളൊക്കെ തഫ്സീറുകളും നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരായത്തല്ല, രണ്ടായത്തല്ല, പല ആയത്തുകളിലും. പിന്നെ ഇമാം തബരി ഇമാമ് തന്റെ തഫ്സീറിൽ പറയുകയാണ്, എന്താ ഇയാൾക്കൊരു ലെവലില്ലേ? ഇയാൾക്കൊരു കഥയില്ലേ? ഇപ്പൊ തന്നെ അയാൾ പറഞ്ഞു ഞാൻ നോക്കിയിട്ടില്ല, എന്റെ തഫ്സീറുകൾ നോക്കിയിട്ട് പറഞ്ഞോളിയെന്ന്. പിന്നെ മൂപ്പര് കുഞ്ഞുങ്ങൾക്ക് എത്ര ആയത്ത വേണ്ടി? ഇപ്പൊ ഓതി ആയത്തിന്റെ കോലല്ലേ കണ്ടത്? ഇയാൾ ഇപ്പൊ ഉദ്ധരിച്ച ആയത്തിന്റെ കോലാണല്ലോ ഇപ്പൊ കണ്ടത്. എന്നിട്ട് മൂപ്പര് പറയാം ഇനി എത്ര ആയത്താ വേണ്ടി? ഇപ്പൊ ഓതി ആയത്തന്നെ അവസാനിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതുമെന്ന് എങ്ങനെങ്കിലും കൊണ്ട് കഴിച്ചിലായിട്ട് വേറെ ഏതെങ്കിലും ആയത്തുങ്ങൾക്ക് പിടിക്കണോ അല്ലെ? നിങ്ങൾക്ക് ഇനി ഏതാ ആയത്താ വേണ്ടത്? ഞങ്ങൾക്ക് ആയത്ത് നിങ്ങളെടുത്തുനിന്ന് വേണ്ടല്ലോ. നിങ്ങളെടുത്തുനിന്ന് ആയത്ത് കേട്ടാലുള്ള കോലപ്പ് എല്ലാവർക്കും തിരിയും ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളുടെ തോന്നിവാസം ഖുർആന്റെ ആയത്തുകൾ ഓതിയിട്ട് നാളെ പേരാമ്പ്ര സംവാദത്തിൽ ബഹുമാനപ്പെട്ട നമ്മളെ എം ടി ദാരിം ഉസ്താദിനോട് ഇങ്ങനെ ചോദിക്കുക. ഇവരും ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റാൾ ആയത്തോത് മുദ്ഹാമ്മത്താൻ ഇങ്ങനെ നിങ്ങൾ ആയത്തോതി വല്ല കണക്കുണ്ടോ? ഇങ്ങനെ നിങ്ങൾ ആയത്തോതി വല്ല കണക്കുണ്ടാവോ? ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ആയത്താ വേണ്ടത്? ഇപ്പൊ ഓതി ആയത്തിന്റെ കോല എന്താ ഉണ്ടായത്? നിങ്ങൾ ഇനി ഓതിയാലും ഇതൊക്കെ തന്നെയല്ല നിങ്ങളെ ഗതി അല്ലേ?
അതുകൊണ്ട് ഇയാൾ ആ ചെയ്തത്, ഇയാൾ പറഞ്ഞത് വളരെ വലിയ കുറ്റം, തെറ്റാണ്. ഖുർആന്റെ ആയത്തോതിയും കൊണ്ട് അതിനെ സംബന്ധിച്ച് ആധികാരികമായ തഫ്സീറുകൾ പോലും ഒന്ന് പരിശോധിക്കാതെ നിങ്ങൾ ആ ആയത്തിന് സ്വന്തമായി വ്യാഖ്യാനം നൽകിയതാണ്. ആ ആയത്തിന് സ്വന്തമായി വ്യാഖ്യാനം നൽകിയത് തെറ്റായി പോയിട്ടുണ്ട്. ആ വ്യാഖ്യാനത്തിൽ നിന്നുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് നേരെ കൊഞ്ഞനം കുത്തുന്നത് തികച്ചും നിങ്ങൾ അത് അർഹിക്കുന്ന അവഗണനയോടെ നിങ്ങളെ മുഖത്തേക്ക് വലിച്ചെറിയേണ്ടതാണ്. നിങ്ങൾക്കത് പറയാനുള്ള യാതൊരു യോഗ്യതയില്ല. നിങ്ങളത് ഒരു കാര്യം ആധികാരികമായിട്ട് പഠിച്ചിട്ട് പറയണോരും അല്ല. നിങ്ങളുടെ തോന്നിവാസം നിങ്ങൾ പ്രസംഗിക്കും, പറയും. അതിന്റെ പേര് അത് ഖുർആന്റെയും ഹദീസുകളുടെയും പേരിൽ നിങ്ങൾ വെച്ചുകെട്ടും. എന്നിട്ട് നിങ്ങൾ സ്വന്തമായി ഖുർആനെയും ഹദീസിനെയും വ്യാഖ്യാനിക്കുകയും ചെയ്യും. നിങ്ങളുടെ നിലപാടുകളൊക്കെ നിങ്ങളുടെ സ്വന്തം വകയാണ്. ഖുർആനുമായി അതിന് യാതൊരു ബന്ധവുമില്ല. അത് പരിശോധിക്കുക പോലും ചെയ്യാതെയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നിപ്പോ നിങ്ങൾ തുറന്ന് സമ്മതിച്ചതാണ്. ഞാൻ അതുവരെ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ കാര്യം ബോധ്യപ്പെടുന്നതാ. ഇനി വേറെ ആയത്താ വേണ്ടത്, അതങ്ങോട്ട് വിട്. അപ്പൊ ഈ ആയത്തിനെ സംബന്ധിച്ച് എന്തായാലും ആ മൂപ്പര പറഞ്ഞ തഫ്സീർ വായിക്കാൻ മൂപ്പർക്ക് സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. കഴിയുമെങ്കിൽ ഇനിയും വായിക്കാട്ടോ. പിന്നെ ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത്ത എന്ന ആയത്തോതിയിട്ട് നിങ്ങൾ അർത്ഥം വെച്ചല്ലോ. ഇനിയിപ്പോ നിങ്ങൾ തഫ്സീറൊന്നും വായിക്കണ്ട. നിങ്ങൾ തഫ്സീർ വായിക്കൽ എങ്ങനെയെന്ന് ഇപ്പൊ നമുക്ക് തിരിഞ്ഞല്ലോ. ഇനി ആ ആയത്തിൽ ഒന്നും കൂടെ ഒന്നുണ്ട് അർത്ഥം പറഞ്ഞാണ്. ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത്ത അയ്യുഹും അഖ്റബു എന്ന് പറഞ്ഞ ആയത്തിൽ ഒന്നുകൂടി അർത്ഥം പറഞ്ഞ കുട്ടി. ഹലോ ഉസ്താദേ, നിങ്ങൾ മനസ്സിലാക്കി തരണം ഇന്ന രൂപത്തിലാണുള്ളത്, ഇന്ന തഫ്സീറിൽ. എല്ലാം എന്നോട് ചോദിക്കല്ല. നിങ്ങളെല്ലാം ഇപ്പൊ ഉസ്താദായിട്ട് വന്ന്, ഞാൻ അറിവില്ലാത്തവനാണ്. അങ്ങനെ പറയ്. ഇപ്പൊ നന്നായിട്ടുണ്ട് കുട്ടിട്ടാ. അങ്ങനെ പറയും. പിന്നെ എന്തെന്ന് വെച്ചിട്ട് ആയത്തൊക്കെ ഓതിയിട്ട് വലിയ വർത്താനൊക്കെ നേരത്തെ പറഞ്ഞത്. ഞാൻ അറിവില്ലാത്തവനാണ്, നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അതൊക്കെയാണ് നല്ല ബുദ്ധിയെ. അങ്ങനെയാണ് വേണ്ടത്. അറിവില്ലാത്തത് എനിക്കറിയില്ല എന്ന തിരിച്ചറിവുണ്ടാവുക, അത് വലിയൊരു അറിവാണ്. അറിയില്ലാത്തത് അറിയുകയില്ല എന്ന തിരിച്ചറിവാണ് അറിവ്. ഒരു വസ്തു അറിയില്ല, പഠിക്കൂല. ഈ ഒരു വസ്തു അറിയില്ല എന്നറിയോ, അതും അറിയില്ല. അതിന്റെ പേരാണ് ജഹ്ല് മുറക്കബ്. അതാണ് ഈ വഹാബികൾ എന്ന് പറഞ്ഞത്. അക്കൂട്ടത്തിൽ പെടരുത്. അക്കൂട്ടത്തിൽ പെട്ടാൽ ഇതേപോലെ ചെന്ന് പെടുള്ളൂ. മനസ്സിലായ? ഒന്നും അറിഞ്ഞുകൂടാത്ത സാധാരണ പാവം ജനങ്ങളുടെ മുന്നിൽ ഈ 4 ആയത്തൊക്കെ ഓതിട്ട് ജിന്ന്, പിശാജ്, ശൈത്താന് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഹോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്വന്തം വലിയ പണ്ഡിതനൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. അതൊക്കെ വലിയ 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 ബഹുമാന ആദരവുകൾ ഇങ്ങനെ കിട്ടും നിങ്ങൾക്ക്. അപ്പൊ ഇങ്ങനെ സ്വന്തം പണ്ഡിതനാന്ന് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രത്യേക സുഖം, അതിനൊക്കെ പറ്റും. പക്ഷെ അതൊക്കെ ഇവിടൊക്കെ വന്ന് വിളമ്പിയാൽ ഈ കോലത്തിലിരിക്കും. മൂപ്പര് ആയത്തും തഫ്സീറും നോക്കിയിട്ടൊന്നുമില്ല, മൂപ്പർക്ക് വിവരമല്ല, അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെയാണ്. എന്നാ ഇനി കുട്ടി പോയിട്ട് നല്ല കുപ്പായിട്ടൊരു ദിവസം വരിക. മനസ്സിലായ? ഇനി പഠിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ. ഇപ്പൊ ഇവിടെ വന്നിട്ട് വഹാബിസത്തിന് വേണ്ടി വാദിക്കാനും ഖുർആന്റെ ആയത്തോതിയിട്ട് തഫ്സീർ പറയാനും, നിങ്ങൾക്ക് തെറ്റുപറ്റി, നിങ്ങൾ അങ്ങനെ ശിർക്ക് ചെയ്യുന്നു, നിങ്ങൾ അങ്ങനെ ആക്കുന്നു, ഇങ്ങനെ ആക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇപ്പൊ വന്നത്. ഇനി പോയിട്ട് നല്ലപോലെ ഈ കുപ്പായൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി പഠിക്കാനൊരു കുപ്പായ ഉണ്ടല്ലോ, പഠിക്കണ കാര്യങ്ങൾ യഥാർത്ഥം മനസ്സിലാക്കണം എന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു കുപ്പായ ഉണ്ടല്ലോ, ആ കുപ്പായ ഇട്ടിട്ട് ഒഴിവുള്ള സമയത്ത് വരിക. അപ്പൊ ഞങ്ങൾ പഠിപ്പിച്ചു തരും കേട്ടാ. ഹലോ ഉസ്താദെ, നിങ്ങൾ ഇന്ന് വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഞാൻ ഇത്രയും താഴ്മയോടുകൂടെ പറഞ്ഞു നോക്കി. എന്നിട്ട് നിങ്ങൾ ഇന്ന തഫ്സീറിലാണ് ഇന്ന് എന്തെങ്കിലും ഉള്ളതെന്ന് പറഞ്ഞോ. നിങ്ങളൊക്കെ വാക്ക് സാമർത്ഥ്യം കൊണ്ട് രക്ഷപ്പെടുക എന്നല്ലാതെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വാക്ക് സാമർത്ഥ്യം കൊണ്ട് രക്ഷപ്പെടുന്നു. ഓക്കെ, പക്ഷെ പടച്ചമ്പുരാന്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയൂലല്ലോ. ഇവിടെ അന്ത വലിയുന സുബ്ഹാനക അന്ത വലിയുന മിൻ ദൂനിഹിം എന്ന് പടച്ചോന്റെ അടുത്ത് രക്ഷപ്പെടുന്നതിനെ കുറിച്ചൊക്കെ ബോധം വന്നപ്പോലെ
വാക്ക് സാമർത്ഥ്യം കൊണ്ട് എന്തുണ്ടായി? നിങ്ങൾ രക്ഷപ്പെട്ടു, ജനങ്ങളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു. അള്ളാഹിന്റെ മുന്നിൽ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടാൻ? എവിടെ മനുഷ്യ, അള്ളാഹിന്റെ ഖുർആനിലെ ആയത്ത് ഓതിയിട്ട് ആ ആയത്തിനെ സംബന്ധിച്ച് ആധികാരികമായി മുസ്ലിമീങ്ങൾ മനസ്സിലാക്കിയ വ്യാഖ്യാനം, അർത്ഥം എന്താണെന്ന് ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും പരിശോധിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത, അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യാതെ സ്വന്തമായി ഈ ആയത്തോതി അപകടകരമായ ഒരു ആരോപണം മുസ്ലിം ഉമ്മത്തിന്റെ മുഖത്ത് നോക്കി ആരോപിച്ച നീ, ഇയാൾക്ക് പടച്ചോന്റെ മുന്നിൽ രക്ഷപ്പെടാൻ എന്താ വഴി? എന്താ ഇയാളിപ്പോ ഈ ചെയ്ത പണിക്കുള്ള ഉത്തരം? അത് കണ്ടെച്ചോളേണ്ടി. ഇപ്പൊ ഇയാളൊരു പണി ചെയ്തല്ലോ ഇവിടെ വന്നിട്ട്, ഖുർആന്റെ ആയത്ത് ഓതിയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം അതിന് വ്യാഖ്യാനം അങ്ങോട്ട് കൊടുത്തു. ഇത് എന്താണെന്ന് ഇത്ര കാലമായി ഇയാൾ പരിശോധിക്കാൻ തുനിഞ്ഞിട്ട് തന്നെയല്ല. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യാണ്? നമ്മളെ മുഖത്ത് നോക്കി വന്നിട്ട് പടച്ചോന്റെ അടുത്ത് രക്ഷപ്പെടണ്ടേ? ഇപ്പൊ ഇയാൾ ഈ ചെയ്ത പ്രവൃത്തിനെ സംബന്ധിച്ച് എന്താ പടച്ചോനോട് ഇയാൾക്ക് പറയാനുള്ളത്? അള്ളാന്റെ കലാം കൊണ്ടല്ലേ പോയി കളിച്ചത്? ഇതന്നല്ലേ നിങ്ങൾ എല്ലാവരുടെയും അവസ്ഥ? നിങ്ങളെല്ലാവരും 400 വട്ടം ഓതുന്ന ആയത്താണല്ലോ ഇത്. എന്നിട്ട് ഇതുവരെ അത്ര കാര്യത്തിൽ ഉപരെ പരിശോധിച്ചിട്ടല്ല. നിങ്ങളെ മൊത്തം അവസ്ഥ അതല്ലേ? പടച്ചോന്റെ മുന്നിൽ രക്ഷപ്പെടണ്ടേ? എന്നിട്ട് നിങ്ങളിപ്പോ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടൂന്ന് വിചാരിച്ചിട്ടാ വന്നത്. കിട്ടിയില്ലേ? വയറാഴ്ച കിട്ടിയില്ലേ? ഇവിടെ വന്നാൽ അങ്ങനെ എല്ലാം കിട്ടും കേട്ടോ. ഇവിടെ വന്ന് പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടേണ്ടത് കിട്ടും. ഇവിടെ പഠിക്കാൻ വേണ്ടി വരുന്നവനക്ക് അവനക്ക് കൊടുക്കേണ്ടത് ഞങ്ങൾ കൊടുക്കും. ഇവിടെ വന്നിട്ട് വലിയത് വിളമ്പാൻ വന്നവനക്കോ അവനക്ക് കൊടുക്കേണ്ടതാണ് അവിടെ കൊടുക്കുക. ഓരോരുത്തർക്കും അർഹതപ്പെട്ടതാണ് ഇവിടുന്ന് കിട്ടുക കേട്ടാ. അതാണ് ഇപ്പൊ കിട്ടിയത്. മനസ്സിലായില്ലേ? അതൊക്കെ ഞാൻ പഠിപ്പിച്ചുതരാം. ഇനി എന്താണ് ആയത്തിന്റെ തഫ്സീർ എന്താണ്, അതൊക്കെ ഞാൻ പഠിപ്പിച്ചുതരാം. പക്ഷെ ഇപ്പൊ ഇയാൾ പഠിക്കാൻ വന്ന ആളല്ലല്ലോ. ഇപ്പൊ ഇയാൾ ഞങ്ങളെ മുശ്രിക്കാക്കാനും ഖുർആന്റെ ആയത്ത് ഓതിയിട്ട് തൗഹീദ് തെളിയിക്കാനും വലിയ കോലത്തിൽ ഇങ്ങോട്ട് വന്നതാ. അതാണ് ഇപ്പൊ ഞങ്ങൾ എന്താക്കിയത്? മതിയാക്കി തന്നത്. കിട്ടേണ്ടത് ഇപ്പൊ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വേണ്ടി ഒരിക്കൽ വരേണ്ടിയും ഒഴിവുള്ള സമയത്ത് വരിക. പഠിക്കാനുള്ള കുപ്പായട്ടും കൊണ്ട് വരിക. മനസ്സിലാവണ്ട ഞാൻ പറയുന്നത്? പഠിക്കാനുള്ള കുപ്പായട്ടും കൊണ്ടുവരിക. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പഠിപ്പിച്ചു തരും. മണിയായിട്ട് അങ്ങോട്ട് പഠിപ്പിച്ചു തരും. ഇനി ഇയാൾക്ക് അതിന് കഴിയില്ലാന്നുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റണോ നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓനെ കൊണ്ടുപോവാ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കും. എന്താണ് ഹാവുലാ ശുഫാഉനാ ഇൻദല്ലാഹ്, തഫ്സീറുകൾ വായിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പഠിപ്പിച്ചു തരും കേട്ടോ. ഓക്കെ, വളരെ നല്ല കാര്യം. ഉസ്താദ് ഇനിയെങ്കിലും പഠിപ്പിച്ചു തരുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇനിയും വരാം, നമുക്ക് സംസാരിക്കാം. പക്ഷെ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ഈ പറയുന്ന വലിയ എന്ന പ്രയോഗം അത് മറ്റുള്ളവർക്ക് കൽപ്പിക്കുക. അതൊക്കെ പഠിപ്പിച്ചു തരാം. അതിലൊന്നും ബാധുള്ള കുട്ടി എന്താക്കണ്ട, വിഷമിക്കണ്ട. അതൊക്കെ ഞങ്ങൾ വലിയ എന്ന് പറഞ്ഞ പ്രയോഗം എന്താണ് ഞങ്ങളത് പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞില്ലേ. എന്തൊക്കെയാണോ അബ്ദുള്ളാക്ക് പഠിക്കാൻ താല്പര്യമുള്ളത് അതൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരും. അബ്ദുള്ളാക്ക് നല്ല, നീ അബ്ദുള്ളാനെ പഠിപ്പിച്ചവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവർക്ക് ആർക്കെങ്കിലും താല്പര്യമെങ്കിൽ അവനും കൂട്ടി കൊണ്ടുപോരേണ്ടി ഞങ്ങൾ അതും പഠിപ്പിച്ചു കൊടുക്കാം. ഇപ്പോ ആയത്തിന്റെ തഫ്സീർ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ആരെങ്കിലും ഒരാൾ പറഞ്ഞതായിട്ട് ഒരു ബോധമില്ലാതെയാണ് ഇയാൾ പറഞ്ഞത് എന്നുള്ള കാര്യം പഠിച്ചില്ലേ. ഇനി അത് നിർത്തട്ടോ. പഠിച്ചാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി അത് നിർത്തുക. എന്ത്? ഖുർആന്റെ ആയത്ത് ഓതിയിട്ട് ഈ കേൾക്കണത് അങ്ങനെ തന്നെ അകത്താക്കിയിട്ട് വിളിച്ച് പറയാൻ ഏർപ്പാടുണ്ടല്ലോ, അതൊന്നും അങ്ങനെ നല്ല ഏർപ്പാടല്ല. പടച്ചോന്റെ മുന്നിലേക്ക് അതൊക്കെ കൊണ്ട് ചെന്നാൽ വിവരം അറിയും, കോല അറിയും എന്ന ഒരു ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക. ആയത്തോതാം. നമ്മൾക്ക് നിങ്ങളോട് പ്രത്യേക ദേഷ്യം വെറുപ്പൊന്നും ഉണ്ടായിട്ടൊന്നല്ല. ആരോടും നമുക്കൊരു ദേഷ്യം വെറുപ്പില്ല. പിന്നെ ഒരു വിഷയം സംസാരിക്കുമ്പോൾ അതിന്റെ ഗൗരവത്തിനനുസരിച്ച് നമ്മൾ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അബ്ദുള്ളയോട് പറയാനുള്ളത്, അബ്ദുള്ളക്ക് ഇപ്പോൾ ഒരു കാര്യം ശരിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ ഈ ഖുർആന്റെ ആയത്തുകൾ നമ്മൾ ഓതി ഒരു വിഷയം പറയും. അള്ളാന്റെ കലാമല്ലേ നമ്മൾ ഈ കൈകാര്യം ചെയ്യുന്നത്? അള്ളാന്റെ കലാമാണ്. അത് കൈകാര്യം ചെയ്യണമെങ്കിൽ അതിൻ്റെതായൊരു വഴിയും അതിൻ്റെതായ ചില യോഗ്യതയും അർഹതയുമുള്ള ആളുകളുണ്ടല്ലോ. ഈ മുസ്ലിമീങ്ങൾ ഈ ആയത്തുകളെ കൊണ്ട് ഇത്രയും കാലം ജീവിച്ചു വന്നല്ലോ. ഈ ആയത്തുകളിലൂടെ മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു, ആചരിച്ചു, പ്രവർത്തിച്ചു വന്നല്ലോ. ഇതിനൊരു പാരമ്പര്യം ഈ ഇസ്ലാമിനുണ്ടല്ലോ. ഈ ആയത്ത് നിലങ്ങോട്ട് ഇറങ്ങിയതൊന്നല്ലോ. അപ്പൊ അങ്ങനെ ഒരു ആയത്തിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കും, അല്ലെങ്കിൽ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറയുമ്പോൾ വളരെ ആലോചിക്കണം. ആരെങ്കിലും ആ മുസ്ലിമീങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ ഒരു നിലപാടുണ്ടോ? ഇല്ല, ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ, ഒരാളും അങ്ങനെ പറഞ്ഞു കാണുന്നില്ലെങ്കിൽ
പിന്നെ ആ ആയത്തോതിയും കൊണ്ട് നമ്മൾ ഓരോന്ന് അതിന്റെ പേരിൽ പറയുന്നത് അള്ളാഹുവിന്റെ പേരിൽ നുണ പറയലാണ്. അള്ളാഹുവിന്റെ പേരിൽ നുണ പറയും. അള്ളാഹുവിന്റെ ആയത്തോതിയിട്ട് ആ ആയത്തിന് നമ്മളൊരു തഫ്സീർ കൊടുക്കുന്നു. ആരും അങ്ങനെ പറഞ്ഞു കാണുന്നില്ല എന്ന് വരുമ്പോ, ആരും പറയാത്ത ഒരർത്ഥം ഈ ആയത്തിന് കൊടുക്കുമ്പോ, ഈ ആയത്തിന് 1300-400 വർഷത്തോളം മുസ്ലിമീങ്ങൾ ഉപയോഗിക്കാതെയും പഠിക്കാതെയും ഒഴിച്ചിട്ടു എന്നാണോ? അങ്ങനെ ഇപ്പൊ എന്തായാലും പറയാൻ പറ്റൂല. ഈ ആയത്തുകൾക്കൊക്കെ മഹാന്മാരൊക്കെ തഫ്സീറുകൾ ധാരാളം എഴുതിയിട്ടുണ്ട്. അപ്പൊ പിന്നെന്താ, ഈ പറയുന്നത് പോലെ അവരാരും അങ്ങനെ തഫ്സീർ കൊടുത്ത് കാണുന്നില്ലേ? എന്നാ പിന്നെ ആ ആയത്തിന്റെ പേരിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് അള്ളാന്റെ പേരിൽ നുണ പറയലാണല്ലോ. അള്ളാന്റെ പേരിൽ നുണ പറയാന്നുള്ളത് അത്ര നല്ലൊരു തൗഹീദൊന്നും അല്ലല്ലോ, അല്ലെ? അങ്ങനല്ലേ? അള്ളാന്റെ പേരിൽ നുണ പറഞ്ഞിട്ടുണ്ടാക്കുന്ന തൗഹീദ് എന്ന് പറഞ്ഞാൽ അതിന്റെ കോൽ എന്തായിരിക്കും? അപ്പൊ അതൊക്കെ നമ്മളൊന്ന് നല്ലപോലെ ആലോചിച്ചിട്ട് വേണം ഖുർആന്റെ ആയത്ത് കൈകാര്യം ചെയ്യാനെന്ന് സാന്ദർഭികമായി അബ്ദുല്ലാനെ ഉപദേശിക്കുകയാണ്. ഇനി അബ്ദുല്ലാക്കോ അബ്ദുല്ലാനെ പോലെ ആർക്കെങ്കിലും അതുപോലെയുള്ള ആയത്തുകളിലോ മറ്റോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഷുഫആ എന്ന് പറഞ്ഞത് എന്താണ്, അള്ളാഹുവിനെ സംബന്ധിച്ചും അള്ളാഹു അല്ലാത്തവരെ സംബന്ധിച്ചും അലീം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കത്തെ മുശ്രിക്കീങ്ങൾ ശിർക്ക് ചെയ്തിരുന്ന ആളുകൾ എന്തൊക്കെയാ വിശ്വസിച്ചത്, ജിന്നിനെ വിളിച്ചിരുന്നവർ എന്തൊക്കെയാ ചെയ്തത്, അതൊക്കെ നമുക്ക് പഠിക്കാം. അതിനൊക്കെ അവിടെ അവസരങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ എം ടി ദാരിമി ഉസ്താദ് പോലെയുള്ള ഗഫൂർ അൻവരി പോലെയുള്ള പണ്ഡിതന്മാരും ഇവിടെ വരും, ഞങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിനൊക്കെ ഉള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ഇങ്ങോട്ട് പഠിക്കുക. എന്താ പൊന്നാണ് പഠിച്ചാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മളിപ്പോ ഒരു കാര്യം ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ അബ്ദുല്ലാനെ സംബന്ധിച്ചിടത്തോളം അബ്ദുള്ള കുറെ കാര്യങ്ങൾ ഇപ്പോ മനസ്സിലാക്കി, ഇതൊക്കെ യഥാർത്ഥമാണ്, ഭയങ്കര സംഭവമാണ്, സത്യമാണ് എന്നിങ്ങനെ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതങ്ങനെ കണ്ണു ചുമ്മിയാണ്ട് വിശ്വസിക്കുന്നതിന്റെ മുൻപ് ഒരു വലിയൊരു പറ്റം മുസ്ലിമീങ്ങൾ ഇപ്പുറത്തുണ്ടല്ലോ. അപ്പൊ ഒന്നാണ് പഠിക്കാൻ തയ്യാറാവല്ലോ. പഠിക്കാൻ നമ്മൾ പഠിച്ചിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നത് പറയാനും അത് പ്രചരിപ്പിക്കാനും നമ്മൾ തയ്യാറായാൽ, അങ്ങനെയാണല്ലോ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യലും ദീനിനെ പ്രചരിപ്പിക്കലും. നമ്മൾ മനസ്സിലാക്കി വെച്ച അതന്നെ വേണം, അതാണ് ഖുർആനിലെ എല്ലാ ആയത്തും പറയണത് എന്ന് നമ്മളാണ് കണ്ണു ചുമ്പി വിശ്വസിക്കുക. എന്നിട്ട് ആ മരവിച്ചൊരവസ്ഥയിൽ മാത്രം തുടരുക എന്ന് പറയുന്നത് ഒരു നല്ലതല്ല, അപകടകരമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇവിടെ അബ്ദുള്ള ചെയ്യാനുള്ളത്, ഏതായാലും അങ്ങനെ ആയത്ത് വായിക്കാനും തഫ്സീർ വായിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. നമ്മൾ അതിന്റെ പേരിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ എന്ത് ചെയ്യണം, ഇനി അവസരം ഉണ്ടാകുമ്പോൾ ഒഴിവുള്ള സമയത്തൊക്കെ വരിക, ആ വിഷയങ്ങളൊക്കെ സംബന്ധിച്ചൊക്കെ അന്വേഷിക്കും, പഠിക്കും ചെയ്യാം. പക്ഷെ ഇതുപോലെയുള്ള അപകടകരമായ ഗൗരവതരമായ ഏർപ്പാടുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള വഴികളിലേക്ക് നീങ്ങുന്നത് വളരെ ആലോചിക്കണം. അത് തെറ്റായിപ്പോയി. അദ്ദേഹം പോയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യണം. അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്തെടുത്തുകൊണ്ട് തനിക്ക് അറിഞ്ഞുകൂടാത്തത്, അറിയാത്തത് പറയാന്നല്ലോ, ഖുർആനെ സംബന്ധിച്ച് അറിയാത്തത് പറയുക, അറിഞ്ഞുകൂടാത്തത് പറഞ്ഞത് വലിയ തെറ്റായിപ്പോയി. ആ തെറ്റ് സ്വയം മനസ്സിലാക്കുകയും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യുക. അള്ളാഹു പുറത്തു തരട്ടെ. അസ്സലാമു അലൈക്കും. അപ്പൊ ഉസ്താദ് അറിയാത്തവര് എനിക്ക് ജോലിക്കൊന്നും ഇപ്പൊ ഇതുകൊണ്ട് നഷ്ടം എന്നല്ലാതെ ഒരു 5 പൈസ കിട്ടുകയോ ഒരു ദുന്യവിയായ നേട്ടവുമില്ല. പക്ഷെ നമ്മൾ ദുന്യാവല്ല, നമുക്ക് ആഖിറം നന്നാവണമെങ്കിൽ എന്താണ് ദീന് ശരി എന്ന് പഠിക്കണം. ഇതിപ്പോ ഉറക്കൊഴിച്ചുകൊണ്ട് നമ്മൾ എത്രയും ഉറക്കൊഴിച്ചുകൊണ്ടും സമയം ചെലവായിക്കൊണ്ടും പറയുന്നത് എന്തിനാണ്, സംസാരിക്കുന്നത് എന്തിനാണ്, എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിൽ എത്രയോ ഐഡിയകളുണ്ട്, ഇവരൊന്നും സംസാരിച്ചിട്ടില്ല. ഇപ്പൊ കുറ്റക്കാരെപ്പോ ചോദിച്ച ആൾക്കാർ, ചോദിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് എപ്പോഴും കുറ്റമാണ്. അല്ലാഹു സുബ്ഹാനഹു അല്ലല്ല, അത് അബ്ദുള്ള അങ്ങനെ കണ്ട് വഴുതണ്ട, അതിന് ഞാൻ വിടൂല്ല. ഞാനിപ്പോ അബ്ദുള്ളാനോട് കുറച്ച് നല്ല വർത്തമാനം അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ ആ വഴുതി ഒഴുകിങ്ങനെ പോണം, അത് ഞാൻ വിടൂല്ല. അതിനൊന്നും നിൽക്കരുത് കേട്ടോ. അബ്ദുള്ള ഇപ്പൊ ഇവിടെ ചോദിച്ച് പഠിച്ചിട്ട് മനസ്സിലാക്കലല്ലോ ഇവിടെ ചെയ്തത്. അബ്ദുള്ള ഞാൻ ഇപ്പൊ ഇവിടെ മൈക്കെടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോ തന്നെ അബ്ദുള്ളാന്റെ സംസാരങ്ങൾ അബ്ദുള്ള മറന്നോ? ഇവിടെ കേൾക്കണ ആളുകൾ ഇപ്പൊ ഇത്രയും ഐഡിയകളുണ്ട് പറഞ്ഞു, ഇത്രയും ഐഡിയകളുള്ള ആൾക്കാരെ മറന്നിട്ടുണ്ടാവില്ല. ഞാനിപ്പോ ഇവിടെ മൈക്കെടുത്ത് സംസാരിക്കാൻ, അതിന് ഉന്നത്ത് ഞാൻ കേട്ടിട്ടില്ല. ആ മൈക്കെടുത്തുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ തന്നെ അബ്ദുള്ളാന്റെ ചില സംസാരങ്ങൾ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ വന്ന ഒരാളായിരുന്നില്ലല്ലോ. അല്ല, അബ്ദുള്ള ആയത്തൊക്കെ ഓതിയിട്ട് വലിയ സംഭവം അങ്ങനെ ആക്കിയിട്ട് വലിയ പ്രസംഗം അങ്ങനെ നടത്തുകയായിരുന്നു അല്ലേ? അത് കണ്ടപ്പോഴാണ് ഞാൻ അബ്ദുള്ളാനാവും കൊണ്ടും പിടിക്കാണ്ട് സ്ഥലത്തെത്താൻ പിടിച്ചത്. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ?
അപ്പൊ അബ്ദുള്ള ഇതുവരെ എന്താക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സമയത്ത് വൈകുന്നേരം വൈകിയ വളരെ പാതിരയായി വല്ല വൈകി ആ സമയത്ത് ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി വന്നത് അതൊന്നല്ല, പഠിക്കാൻ വേണ്ടി വന്നതൊന്നല്ല. അബ്ദുള്ള ഇവിടെ ഇങ്ങനെ വന്നിട്ട് പാണ്ഡിത്യം ചമയാൻ വേണ്ടി വന്നതാണ്. ഇവിടെ പലർക്കും പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. പലരെയും മുശ്രിക്കാക്കാനും തൗഹീദ് ഞാൻ ഇവിടെ സ്ഥാപിക്കാനൊക്കെ കൂടി വന്നതാണ്. അതിവിടെ നടന്നിട്ടില്ല. അതിവിടെ അങ്ങനെ നടക്കലുമില്ല. ഇവിടെ അങ്ങനെ പലരും വരാറുണ്ട്. ഒരു അബ്ദുള്ള മാത്രമൊന്നല്ല, പല അബ്ദുള്ളമാരും ഇവിടെ അങ്ങനെ പലപ്പോഴും കയറി വരാറുണ്ട്. അങ്ങനെ ആർക്കും അങ്ങനെ നടന്നിട്ടുമില്ല. അങ്ങനെ ഒരു ചരിത്രമല്ല ഇവിടെ. മനസ്സിലായില്ലേ? അപ്പൊ അവർക്കൊക്കെ കൊടുക്കേണ്ടത് അപ്പൊ ഞങ്ങളാണ് കൊടുക്കലാണ്. ഇനി അബ്ദുള്ളക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ പഠിക്കേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടാവണം. അബ്ദുള്ളക്ക് അത്യാവശ്യം ചിന്താബോധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അപ്പൊ ഇങ്ങനെ തഫ്സീർ തബരി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നിങ്ങനെ പേസ്റ്റ് ചെയ്യാതായില്ല. ഞാനിവിടെ ആദ്യം ചോദിച്ചത് അന്ത വലിയുന ഹൗലാ ശുഫാഉന ഇൻദല്ലാഹ് എന്ന ആയത്ത് ഇവിടെ അബ്ദുള്ള പേസ്റ്റ് ചെയ്തിട്ട് ആ ആയത്ത് വെച്ചുകൊണ്ട് ഇയാൾ സംസാരിച്ചപ്പോ ഞാൻ അവിടെയാണ് തഫ്സീർ വായിക്കാനൊക്കെ പറഞ്ഞത്. ഇപ്പൊ വേറെ ഏതെങ്കിലും ആയത്ത് എടുത്തിട്ട് തഫ്സീർ തബരി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അടിച്ചാലൊന്നും ആവൂല. അതൊക്കെ ആ ആയത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോ അപ്പൊ ഞാൻ അവിടേക്ക് വരും. ഈ ആയത്തിനെ സംബന്ധിച്ച് തീരുമാനാക്കുകയും ഈ ആയത്തിൽ അബ്ദുള്ള പറഞ്ഞതുപോലെ തഫ്സീർ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. അപ്പൊ അവിടെ നിൽക്കുക, അതങ്ങോട്ട് തീരുമാനാക്കുക, എന്നിട്ട് മതി വാക്കുകളിലെ അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് പോവാം. പക്ഷേ ഈ ആയത്തിനെ സംബന്ധിച്ച് അബ്ദുള്ള പറഞ്ഞ അർത്ഥം തെറ്റാണ്. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ഒരു തഫ്സീർ പരിചയമില്ലാത്തത് നിങ്ങൾ സ്വന്തം പറഞ്ഞതാണ്. അതാണ് ഞാനിപ്പോ ഇതുവരെ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോ ആളുകളുടെ മുന്നിൽ ഇയാൾ പഠിക്കാൻ വന്ന ആളൊന്നല്ല, ഇയാൾ ഇങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള ആൾക്ക് വന്നതാണ്. അതുകൊണ്ടാണ് അബ്ദുള്ള അർഹിക്കുന്ന തരത്തിൽ അബ്ദുള്ളയോട് എന്താക്കിയത് ഞാൻ പെരുമാറിയത്. മനസ്സിലായില്ലേ? അപ്പൊ കൂടുതൽ ഇങ്ങനെ വഴുതാൻ നിൽക്കരുത്. അപ്പൊ വീണ്ടും ഞാൻ എന്ത് ചെയ്യും? അപ്പൊ അറിയാലോ ഇപ്പൊ എന്താ ഉണ്ടായിന്ന്. അത് ഓർമ്മ ഉണ്ടാവല് നല്ലതാണ്. ഹലോ ഉസ്താദെ, നിങ്ങൾ എന്നോട് തഫ്സീർ ചോദിച്ചു, ഞാനൊരു തഫ്സീർ എടുത്തു ഉദ്ധരിച്ചു, നിങ്ങളൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ തന്നെ എപ്പോഴും ഏത് സമയത്ത് ചോദിച്ചാലും നിങ്ങൾ അതും ഇതും പറഞ്ഞിട്ട് മറ്റുള്ളവരെ രക്ഷപ്പെടാൻ അത് നല്ല ഏർപ്പാട്. ഇതന്നെ ഇപ്പൊ ഈ വഹാബിസ് എന്ന് പറഞ്ഞാല് സഹോദരന്മാരെ 127 ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ് എന്ന് അബ്ദുള്ള ഇവിടെ ആയത്ത് പേശ് ചെയ്തില്ലേ? ഇല്ലേ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എല്ലാവരും അടിക്കും. അബ്ദുള്ള കണ്ടോ? ഉണ്ട്. ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ് എന്ന് അബ്ദുള്ള ഇവിടെ ഒരു ആയത്ത് എന്ത് ചെയ്തു? പേസ്റ്റ് ചെയ്തു. ഇല്ലേ? എല്ലാവരും കണ്ടിട്ടുണ്ട്. അബ്ദുള്ള കണ്ടിട്ടില്ലേ? അബ്ദുള്ള പേസ്റ്റ് ചെയ്ത് അബ്ദുള്ള കണ്ടിട്ടില്ല. ഇവിടെ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇനി ഈ ആയത്തിനെ സംബന്ധിച്ചാണല്ലോ അബ്ദുള്ള പറയുന്ന തരത്തിലുള്ള ഒരു തഫ്സീർ ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കണം. ആധികാരികമായ ഒരു രേഖ, ഒരു തഫ്സീർ വായിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നിട്ട് അബ്ദുള്ള ആ തഫ്സീറോടെ വായിച്ചോ? ഞാൻ എല്ലാവരും അതൊന്നും അടിച്ചാണ്. അങ്ങനെ അബ്ദുള്ള ഒരു തഫ്സീറോടെ വായിച്ചോ? ആൾക്കാരും അടിക്കട്ടെ, 125 ആൾക്കാർ അടിക്കട്ടെ. ഹൗലാ ശുഫാഉന ഇൻദല്ലാഹ് എന്നതിന് അബ്ദുള്ള ഇവിടെ തഫ്സീർ വായിച്ചോ? ഇല്ല. ഇവിടെ ഉള്ളവരാരും കണ്ടിട്ടില്ല. ഇതന്നെയാണ് നിങ്ങളെ പരിപാടി. ഇതിപ്പോ ആരെ പരിപാടിയാ? ഇതാണ് വഹാബിസത്തിന്റെ കാപട്യം. മനസ്സിലായില്ലേ? എല്ലാ കുരുത്തക്കേടും വരെ ഒപ്പിക്കും. എന്നിട്ട് അതെന്ത് ചെയ്യും? മുസ്ലിമീങ്ങളുടെ സുന്നിയുടെ തലയിൽ കൊണ്ടുപോയിടുകയും ചെയ്യും. ഇതാണ് നിങ്ങളെ ഏർപ്പാട്. ആ കളി ഇവിടെ നടക്കൂല അബ്ദുള്ള. ആ പൂതി കണ്ട. മനസ്സിലായില്ലേ? ആ ആയത്തിന് ഇയാൾ വടച്ചതാണ്. ആ ആയത്തിനെ സംബന്ധിച്ച് ഞാൻ തഫ്സീർ ചോദിച്ചതാണ്. ആവർത്തിച്ച് ചോദിച്ചതാണ്. ഇയാൾ ഒരു രേഖ പോലും വായിക്കാൻ കഴിഞ്ഞില്ല എന്നല്ല ഇയാൾ പറഞ്ഞത്. ഞാൻ അതിന്റെ തഫ്സീർ നോക്കിയിട്ട് തന്നെ അല്ല എന്നാ. ഇതൊന്നും ഞങ്ങളാരും മറന്നിട്ടില്ല. മനസ്സിലായില്ലേ? എന്നിട്ട് പിന്നെ പറയാണ് മൂപ്പരെന്തെന്ന് പറയാണ്, അത് ഞാൻ വായിച്ചു, നിങ്ങൾ വായിച്ചില്ല. ഞാൻ വായിച്ചു തരും, ഞാൻ മണിയായിട്ടുണ്ട് വായിച്ചു തരും. പക്ഷെ അതുള്ള പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വാ. അതുള്ള പഠിക്കാൻ വന്നവനല്ല, അതുള്ള അവിടെ പഠിപ്പിക്കാൻ വന്നവനാ. പഠിപ്പിക്കാൻ വന്നവനക്ക് യാതൊരു ബോധമില്ലാന്നും ഒരൊറ്റ തഫ്സീർ പോലെ അയാൾ കണ്ടിട്ടില്ലാന്നും മരപൊട്ടനും മഹാജാഹിലുമാണെന്നുള്ള കാര്യം ഇയാളുടെ നാവുകൊണ്ട് തുറന്ന് ഇവിടെ സമ്മതിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും അറിയാം. ഇനി ഇയാൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ആ പഠിക്കാനുള്ള കുപ്പായിട്ട് കൊണ്ടുപോവാ. മണിയായിട്ട് ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ് എന്ന് പറഞ്ഞ ആയത്തിൽ, അതുപോലെ ഷഫായത്തിനെ സംബന്ധിച്ച് പറഞ്ഞ ആയാത്തുകളിൽ എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ അങ്ങോട്ട് പഠിപ്പിച്ചു തരും. പഠിക്കാൻ വേണ്ടി ഇവിടെ വരണം, അപ്പൊ പഠിപ്പിച്ചു തരും കേട്ടോ. ഇവിടെ വന്ന് നുണ പറയുന്നുണ്ടല്ലോ, മൂക്കേറിടും.
ഉസ്താദെ നിങ്ങൾ സംസാരിച്ച് കൊല്ലും എന്ന് വരെ വരുന്നുണ്ടല്ലോ. എന്താണ് ഇങ്ങനെ പറയുന്നത് ഉസ്താദ്? നിങ്ങൾക്ക് നിങ്ങളുടെ റൂമില് നിങ്ങൾ ബൗൺസ് ചെയ്യാം, എന്നെ ബൗൺസ് ചെയ്യാം അവസാനം. അതല്ലാതെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുക? കൊല്ലാൻ കഴിയുമോ? അപ്പൊ അങ്ങനെ ഒന്നും സംസാരിക്കണ്ട. നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ ഒരു ആൻസറും തന്നിട്ടില്ല. എന്താണ് ഞാൻ പറഞ്ഞതിലുള്ള തെറ്റ് എന്ന് ആദ്യം പറയണം. ആ തെറ്റിന് നിങ്ങൾ തെളിവ് നിർത്തണം, നിങ്ങൾ കഴിയുമെങ്കിൽ. ഞാൻ അതിന്റേതായ രൂപത്തിൽ തന്നെ പറയും. കൊല്ലാന്നും പറഞ്ഞുകൊണ്ടൊന്നും ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഇങ്ങനൊക്കെ ഒരു കുടുങ്ങണ സമയത്ത് ഞങ്ങള് നിർത്തോണ്ടടുത്ത് നിർത്തും. അപ്പോഴത്തേനും ഇന്നതാ കൊല്ലണോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയൊന്നും വേണ്ട. അബ്ദുള്ള വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വലിയത് വിളമ്പിയപ്പോഴേ അബ്ദുള്ളക്ക് അർഹതപ്പെട്ടതാണ് തന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേനും ഇന്നെ കൊല്ലാണേ, നിങ്ങൾ ഇന്നെ കൊല്ലൊന്നും അങ്ങനെ ഞങ്ങൾ ചെയ്യൂല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞുള്ള തെറ്റ് നിങ്ങൾ പറഞ്ഞില്ല. ഈ പറഞ്ഞാൽ എന്താ ശരിയുള്ളത്? ഈ പറഞ്ഞുള്ള തെറ്റ് ഞാൻ പറഞ്ഞില്ല. ഈ പറഞ്ഞതിലുള്ള തെറ്റ് ആണ് ഞാൻ അടിമുടി ഇങ്ങോട്ട് പറഞ്ഞു തന്നത്. ആഉലായി ശുഫാഉനാ ഇൻദല്ലാഹ് എന്ന ആയത്ത് ഇയാൾ ഓതി. എന്നിട്ട് അതിനൊരു വ്യാഖ്യാനം അയാൾ പറഞ്ഞു. ഈ വ്യാഖ്യാനം ആരെങ്കിലും പറഞ്ഞ ഒരു രേഖ ഉണ്ടോ? ഞാൻ അത് നോക്കിയിട്ടെന്നല്ല. ഇതുകൊണ്ട് തന്നെ ഈ ആയത്തിനെ സംബന്ധിച്ച് രേഖാമൂലം പരിശോധിക്കാതെ പറഞ്ഞതൊരു തെറ്റ്. ആ ആയത്തിന് അയാൾ ഇഷ്ടപ്രകാരം ഒരു വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് നേരെ ശിർക്ക് ആരോപിച്ചത് മറ്റൊരു തെറ്റ്. ഇങ്ങനെ തെറ്റെന്നല്ലേ വഹാബികൾക്ക് സംഭവിക്കാറുള്ളൂ. അതാണ് ഇയാൾ ചെയ്ത തെറ്റുകൾ. ഇനി എന്താ ആയത്തിന്റെ തഫ്സീർ അത് ഞാൻ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞില്ലേ? അതൊക്കെ ഞാൻ പഠിപ്പിച്ചുതരാം. വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പഠിപ്പിച്ചു തരും. അതൊക്കെ അത് പഠിക്കാനുള്ള താല്പര്യം കാണിക്കുക, അപ്പോഴല്ലേ ഞങ്ങൾ അത് ചെയ്യുള്ളൂ. ഇവിടെ ഇപ്പൊ ഇയാൾ പഠിക്കാൻ വന്ന ആളല്ല, ഇവിടെ ഇപ്പൊ ഇയാൾ ഞങ്ങളെ പഠിപ്പിച്ചു നോക്കാൻ വേണ്ടി വന്ന ആളാണ്. അതങ്ങോട്ട് മതിയായിട്ടുണ്ട്, ഊതി തീർന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഒരു തഫ്സീർ വായിക്കാനൊന്നും ഇയാൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല, സാധിക്കുകയും ഇല്ല. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ ചെയ്തുള്ള തെറ്റെന്താണ്? തെറ്റേ ഇയാൾ ചെയ്തിട്ടുള്ളൂ. അതിവിടെ ഇയാൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇതുവരെയൊക്കെ സംസാരിച്ചു വന്നത്. ഇപ്പൊ മുമ്പേ സ്വരമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ വീണ്ടും വഴുതുന്നുണ്ട്. ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഹലോ, ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റു സാദെ? വയഖൂലൂന, അവർ പറയും, ബഹുദൈവാരാധികൾ പറയുന്നു, ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, ഇക്കൂട്ടരുണ്ടല്ലോ ഞങ്ങൾ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളുണ്ടല്ലോ, അത് ബിംബമായാലും മലക്കുകളായാലും ഈസാനരായാലും ഹുസൈറായാലും ഏത് ആളാണെങ്കിലും അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളും ശുഫാഉനാ ഇൻദല്ലാഹ് എന്നവർ പറയുന്നു. ഇതിന് എതിരായിട്ടുള്ള വല്ല തഫ്സീറും നിങ്ങൾക്കുണ്ടെങ്കിൽ കൊണ്ടുവരാം, ഇല്ലെങ്കിൽ വിടാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ പറഞ്ഞ അർത്ഥത്തിൽ എന്താ തെറ്റ് നമുക്കൊരു ചോദിക്കണത് ഇപ്പൊ. അപ്പൊ അതല്ല എത്ര നേരം ഈ പറഞ്ഞതൊന്നും അതൊന്നും അങ്ങോട്ട് കേറിയിട്ടില്ലേ? ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ പക്കൽ ഇവർ ഞങ്ങളുടെ ശുഫാ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആര്? ആരാധിക്കപ്പെടുന്നവരെ സംബന്ധിച്ച് ശുഫാ ആണെന്ന് ആരാധിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. ഈ ശുഫാ ആണെന്ന് പറഞ്ഞു നിർത്തല്ല ഇയാൾ ചെയ്തത്. ഇയാൾക്ക് ഒരു കഥയില്ലല്ലോ. ആ ശുഫാ ആണെന്ന് പറഞ്ഞു നിർത്തുക ചെയ്തത്. അള്ളാഹുവിന്റെ പരമാധികാരം അംഗീകരിക്കുന്നവർ തന്നെയായിരുന്നു അവര്. എല്ലാത്തിന്റെയും പൂർണ്ണമായ ഉടമസ്ഥത അള്ളാഹുവിനാണെന്ന് തന്നെയാണ് മുശ്രിക്കീങ്ങളും വിശ്വസിച്ചിരുന്നത്. അതിനാണ് അവർ ഹൗലായി ശുഫാഉനാ എന്ന് പറഞ്ഞിരുന്നു എന്ന് ഇയാൾ തെളിവുദ്ധരിച്ചത്. എന്താ ഇയാൾക്ക് ഒന്നും ബോധല്ലേ? എന്താ ഇയാളെ അവസ്ഥ? അപ്പൊ അതൊക്കെ മറന്നോ? അള്ളാഹു എന്നൊന്നും ഞാൻ ഓർമ്മാക്കി തരാ. അള്ളാഹുവിന്റെ പരമാധികാരവും പൂർണ്ണാധിപത്യവും അംഗീകരിക്കുന്നവർ തന്നെയായിരുന്നു അവർ. അങ്ങനെയായിരുന്നു അവർ. അവരെന്നല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് അറിയില്ലേ? ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളോട് ആയത്ത് പേശ് ചെയ്തതും. അപ്പൊ അള്ളാഹുവിന്റെ പരമാധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ശഫാഅത്ത് ചെയ്യുന്നവരാണ് എന്നാണ് മക്കക്കാർ അല്ലെങ്കിൽ മുശ്രിക്കീങ്ങൾ പറഞ്ഞത് എന്നാണ് ഇയാൾ ആയത്തിന് തഫ്സീർ പറഞ്ഞത്. അല്ലാണ്ട് വെറും ശുഫാഉനാ എന്ന് പറഞ്ഞു പോയേക്കല്ല. അപ്പൊ അതും അങ്ങനെ കൂടണ്ട.
ഹാവുലായു ഷുഫാവുന എന്ന് അവർ പറഞ്ഞില്ലേ? ഹാവുലായു ഷുഫാവുന എന്ന് പറഞ്ഞത് മാത്രമല്ല, അള്ളാഹുവിന്റെ പൂർണ്ണ ആധിപത്യത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഷഫാഅത്ത് ചെയ്യുന്ന, അള്ളാഹുവിന്റെ സമ്മതപ്രകാരം മാത്രമേ ചെയ്യൂ എന്നതാണ് അവർ പറഞ്ഞത്. അതിനാണ് ഇയാൾ അത് തെളിവാക്കി ഉദ്ധരിച്ചത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അതിങ്ങോട്ട് വായിക്ക്. അങ്ങനെ ആ ആയത്തിനാരാ തഫ്സീർ പറഞ്ഞത്? മനസ്സിലായില്ലേ? പിന്നെ ഞാൻ ഒന്ന് രണ്ട് കാര്യം ഇയാളോട് ഞാൻ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ജിന്നിനെ സംബന്ധിച്ചുള്ള വിഷയമൊന്നും ഇയാൾ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത് വേറൊരു ആയത്ത് ഓതിയിട്ട് മുമ്പ് ഒരു അർത്ഥം പറയണത് കേട്ടു. അതെന്താ? ഹുലായിക്കല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത എന്ന് പറഞ്ഞ ആയത്ത് ഓതിയിട്ട് ഒരു അർത്ഥം പറയണത് കേട്ടു. അതൊന്നും കൂടി ഒന്നിട്ട് പറയാൻ ഞാൻ ഇവിടെ ആളുകൾക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്നും കൂടി പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു. അതും പറയണതൊന്നും കാണില്ല. അതെന്തേ? ഇപ്പോ ഇവിടെ പരമാധികാരം അള്ളാഹുവിന് ആണ് എന്ന വിശ്വാസത്തിൽ, അപ്പൊ അതാണ് പ്രശ്നം. പരമാധികാരം അള്ളാഹുവിന് ആണോ അല്ലേ എന്ന്. പരമാധികാരം അള്ളാഹുവിന് ആകുന്നത് കൊണ്ടല്ലേ, എന്ന വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ എന്തല്ലാ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശകര്, അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശകര് എന്ന് പറയുമ്പോ തന്നെ അള്ളാഹ്ക്കാണ്, പിന്നെ അള്ളാഹിനോടാണ് ശുപാർശ ചെയ്യുന്നത്. പരമാധികാരം അള്ളാഹുവിന്റെ അടുത്തായത് കൊണ്ടാണ് ശുപാർശകരാകുന്നത് തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ. ഇയാള് ആയത്തോണ്ട് വീണ്ടും കളിക്കുകയാണ്. ഒരിക്കൽ അനുഭവിച്ചാൽ ഇതൊന്ന് പാഠം പഠിക്കണം. അതിനും കഴിയില്ല ഈ വഹാബികൾക്ക് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? ഇപ്പൊ ഇന്ദല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ പരമാധികാരം അംഗീകരിക്കുക എന്നാണ് അത്രേ. അതുകൊണ്ടല്ലേ ഇന്ദല്ലാ എന്ന് പറഞ്ഞത്. ഇന്ദല്ലാ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ അർത്ഥം? ഇപ്പൊ എന്താ ഇന്ദല്ലാ എന്ന് പറഞ്ഞാൽ അർത്ഥം? അള്ളാന്റെ പരമാധികാരം അംഗീകരിക്കുകയാണെന്നോ? അത് പുതിയൊരു അർത്ഥമാണല്ലോ. വഹാബികളെ ചിലപ്പോൾ കേട്ടാൽ ഞെട്ടും. എന്തല്ലാ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാന്റെ അടുത്ത് അള്ളാന്റെ പരമാധികാരം അംഗീകരിച്ചു. എന്നാ അതും കൂടി ഒന്നിട്ട് വായിക്കാം. മറ്റേതായാലും വായിക്കാൻ കഴിഞ്ഞില്ല. ഇനി എന്തല്ലാ എന്ന് പറഞ്ഞാൽ എന്താ? പരമാധികാരം അംഗീകരിക്കലാണ്. അതാ അവിടുന്ന് കിട്ടിയ ആൾക്ക് സ്വന്തം തോന്നിയതാണ് പറയുന്നല്ലേ. അപ്പൊ ഒരിക്കൽ അനുഭവിച്ചാലെങ്കിലും മനുഷ്യൻ ഒന്ന് പഠിച്ചൂടെ? ഇത് ഖുർആൻ കൊണ്ടാണ് ഈ അർത്ഥം വെക്കുന്നത്. എന്തല്ലാ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാന്റെ പരമാധികാരം അംഗീകരിക്കുക എന്നാണ്. എന്നാ അതൊന്നുണ്ട് വായിച്ച കുട്ടി. യൗമ നഹ്ശുറുഹും ജമീഅ, യൗമ യഹ്ശുറുഹും ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. സുമ്മ യഖൂലു ലിൽ മലായികത്തി, പിന്നെ മലക്കുകളോട് അല്ലാഹു പറയും, അഹാഉലാ ഇയ്യാകും കാനൂ യഅബുദൂൻ, മലക്കുകളോട് അവർ പിന്നെ പറയും, നിങ്ങളെ ആയിരുന്നു ഇവർ ആരാധിച്ചിരുന്നത്. അഹാഉലാ ഇക്കൂട്ടർ ആയിരുന്നു, ഇയ്യാക്കും നിങ്ങളെ, കാനൂ യഅബുദൂൻ എന്തല്ലാന്ന് പറഞ്ഞ അള്ളാന്റെ പരമാധികാരം അംഗീകരിക്കലാണ് എന്ന് പറഞ്ഞത് വായിക്കാനാ പറഞ്ഞത്. വേറൊരു ആയത്ത് പോയിട്ട് ഇങ്ങനെ അതിനർത്ഥം പറയാനല്ല. എന്താ ഇയാൾ കയറുന്ന ഇങ്ങനെ ഉരുളണത്? ചങ്ങായിക്കൊരു കഥയില്ലല്ലോ. എന്തല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരർത്ഥം പറഞ്ഞു കേട്ടല്ലോ ഇവിടെ. ഇയാളെ നാവോണ്ടല്ലേ പറഞ്ഞത്? എന്തല്ലാന്ന് പറഞ്ഞാല് അള്ളാന്റെ പരമാധികാരം അംഗീകരിക്കലാണ്. അതുകൊണ്ട് വായിക്കാനാ പറഞ്ഞത്. ഇപ്പൊ ഈ നസ്ബൂഹ് ഈ റൂമിന്റെ പരമാധികാരമുള്ള ഒരു അഡ്മിനാണ്, സൂപ്പർ അഡ്മിനാണ്. അപ്പൊ ഈ നസൂവിന്റെ അടുക്കല് മറ്റുള്ളവർ ശുപാർശക്ക് ചെല്ലും. അപ്പൊ പരമാധികാരം ആർക്കാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ബഹുമാനപ്പെട്ട നസൂർ ഉസ്താദ് പറയുന്നത് എന്തല്ലാ എന്നുള്ളത് അള്ളാഹുവിന്റെ പരമാധികാരത്തിന് മേൽ അറിയിക്കുന്ന പദമാണ് എന്ന് ഏതെങ്കിലും മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വായിക്കുന്നത്. ഈ വെറുതെ ഞങ്ങൾ ഈ സാമീയങ്ങളായ ആളുകളെ ഈ കേൾക്കുന്ന ആളുകളെ പൊട്ടന്മാരാക്കരുത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജലീൽ ദാരിമി ഉസ്താദ് പറഞ്ഞ നസൂർ എന്നറിയുള്ള അദ്ദേഹം ആ ചോദിച്ചതിന് മറുപടി അറിയും. എന്തല്ലാ എന്നുള്ളത് അള്ളാഹുവിന്റെ പരമാധികാരം അംഗീകരിക്കുന്നവരാണ് അവർ എന്നുള്ളതിനെ മേൽ അറിയിക്കുന്നു എന്ന് ഉള്ള ഒരു തഫ്സീർ നിങ്ങൾ വായിച്ചു. ഹലോ ഉസ്താദുമാരെ, തഫ്സീർ നോക്കിയിട്ട് വേണം വായിക്കാൻ. ഇത് നേരെയുള്ള ചൊവ്വ അർത്ഥം വെച്ചതാണ്.
ഇൻദല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് പോയിട്ട് കന്ന് പൂട്ടാം കേട്ടോ. ഇയാൾക്ക് പോയിട്ട് വേറെ വല്ല പണി കൊടുക്കാം. ഖുർആനിന്റെ ഒരായത്തിന് ഒരു തഫ്സീറും നോക്കില്ല, പഠിക്കില്ല. എന്നിട്ട് നേരെ ചൊവ്വിനുള്ള അർത്ഥാണ് പറഞ്ഞത്. തോന്നിവാസം പറഞ്ഞതാണ് ഇയാള്. നേരെ ചൊവ്വിന് അർത്ഥാണ്. അയാളത് പരിശോധിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. എന്തൊരു അത്ഭുതമാണിത് സഹോദരന്മാരെ. ഇതെല്ലാവർക്കും എത്ര വ്യക്തമാണ് ഇയാളുടെ അവസ്ഥ. ഇത് ഇയാളുടെ മാത്രമല്ല, വഹാബികളെ പൊതുവെയുള്ള അവസ്ഥയാണിത്. ഈ ആയത്തിനെ സംബന്ധിച്ച് പരിശോധിച്ചിട്ട് പോലുമില്ല. എന്നിട്ട് മൂപ്പര് എന്തല്ലാന്നൊക്കെ പറഞ്ഞാൽ പരമാധികാരം അംഗീകരിക്കാമെന്നൊക്കെ അർത്ഥം കൊടുത്തു. പിന്നെ സൂഹുകാരാണ് പരമാധികാരമുള്ള അഡ്മിനാണ്. എനിക്കോട് അഡ്മിൻ പവർ തന്നെ അല്ല കേട്ടോ. ഞാൻ സാധാരണ ഇവിടെ ഇരിക്കണ സാധാരണ കേൾവിക്കാരിൽ ഒരാൾ മാത്രമാണ്. എന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ശഫായത്ത് ചെയ്യൂലേ, അതുകൊണ്ട് ഖുർആന്റെ ആയത്തിന്റെ തഫ്സീർ അതാണ്. പോയി വേറെ വല്ല പാനി കൊടുക്കുക ചങ്ങാതി. എന്താ ഇയാളെ അവസ്ഥ? നസൂവിന്റെ അടുത്ത് വന്നിട്ട് ശഫായത്ത് ചെയ്യൂലേ, ആ ശഫായത്ത് ചെയ്യും. അതുകൊണ്ട് അപ്പോ എന്തല്ലാന്ന് പറഞ്ഞാൽ അള്ളാന്റെ പരമാധികാരം അംഗീകരിക്കലാണ്. അത് നേരെ ചൊവ്വിനുള്ള അർത്ഥാണ്. ഞാനോ തഫ്സീർ ഒന്നും പരിശോധിച്ചിട്ടില്ല. ഞാനക്ക് വേറെ വല്ല പണി കൊടുത്തുകൂടെ ചങ്ങാതി? എന്തെങ്കിലൊക്കെ അവസ്ഥ. എന്തുകൊണ്ടെങ്കിൽ ഈ കളിക്കണത്? നിങ്ങൾ ആ ഖുർആൻ സുന്നത്ത് പറയണത്, നിങ്ങൾ അവിടെ ഖുർആൻ സുന്നത്ത് പറയണത്, നിങ്ങൾക്ക് വല്ല കഥയുണ്ടോ? ഒരക്ഷരം പഠിക്കൂല. എന്നാലോ വലിയ പണ്ഡിതന്മാരാണ്. എന്താ പാണ്ഡിത്യം? തോന്നിവാസം പറയല്. ഖുർആനെ സ്വന്തം ഇഷ്ടപ്രകാരം തഫ്സീർ ചെയ്തവൻ നരകത്തിലാണ് കേട്ടോ. അത് മനസ്സിലാക്കിക്കോ. അതങ്ങളെ കളികള്. ബഹുമാനപ്പെട്ട നൂർ വൈസ് ഉസ്താദ് ഞാൻ വന്നിട്ട് കണ്ടിട്ടില്ല. റായത്തായിരിക്കും എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അദ്ദേഹം പോയിട്ടുണ്ട്. അപ്പൊ ഇനി അത് ഒരു വിഷയം ഇങ്ങനത്തെ വിഭാഗത്തോട് സംസാരിക്കുമ്പോഴേ അങ്ങനെ അവർ സംസാരിക്കാൻ സമ്മതിക്കരുത്. ഒരു കാര്യം പറയും, അത് അതിനൊരു അന്ത്യമാക്കാൻ സാധിക്കൂല. വളരെ നന്നായിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞെങ്കിൽ അതാണ് സ്ഥാപിപ്പിക്കണ പോലെ കൊണ്ട്, അതല്ലെങ്കിൽ ഓരോട് പോയി പൊണയാക്കാൻ പറയും വേണം. ഈ നിലപാട് വളരെ നന്നായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരെയൊക്കെ ഇടപെട്ട് സംസാരിച്ചു. ഇത് അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു ഖിദ്മത്തായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ.